നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ കാറിലേക്ക് കയറിയതും ആ ഡ്രൈവറോട് ഹോട്ടലിന്റെ പേര് പറഞ്ഞു. ആ വാഹനം ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ശരിക്കും ഏതാണ്ട് തളർന്നു കിടക്കുകയാണ് മാർക്ക് ആ കാറിനകത്ത്. അവന്റെ ശരീരത്തിലെ ഊർജം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടമായിട്ടുണ്ടെന്ന് പറയാം. ഹോട്ടലിൽ ആ കാർ എത്തുമ്പോൾ മാർക്ക് ഏതാണ്ട് അബോധാവസ്ഥയിലാണ്. ഡ്രൈവർ മാർക്കിനെ തട്ടി വിളിച്ചു. മാർക്ക് ഡ്രൈവറോട് അയാളുടെ റൂം നമ്പർ പറഞ്ഞു. എങ്ങനെയെങ്കിലും മാർക്കിനെ ആ മുറിയിൽ എത്തിക്കാനാണ് മാർക്ക് ഡ്രൈവറോട് പറഞ്ഞത്. ആ ചെറുപ്പക്കാരനായ ഡ്രൈവർ ഒരു പരുവത്തിൽ മാർക്കിനെ ആ കാറിൽ നിന്ന് ഇറക്കി ആ ഹോട്ടലിലെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ സഹായത്തോടു കൂടി ആ മുറിയിലെത്തിച്ചു. ശരിക്കും ബുദ്ധിമുട്ടിയാണ് ആ മുറിയിലെത്തിയ മാർക്ക് അയാൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. മാർക്ക് ആ മാർക്കറ്റിലേക്ക് പോയപ്പോൾ സ്വന്തം കാർ കൊണ്ടുപോയിരുന്നു. ആ കാർ എടുക്കാതെയാണ് മാർക്ക് തിരികെ വന്നിരിക്കുന്നത്. റിസപ്ഷനിസ്റ്റും ഡ്രൈവറും പോയി കഴിഞ്ഞതും മാർക്ക് കിടക്കയിലേക്ക് അങ്ങ് വീണു. ശരിക്കും കിടക്കയിലേക്ക് വീണ മാർക്ക് ആ നിമിഷത്തിൽ ഏതാണ്ട് അബോധാവസ്ഥയിലേക്ക് പോയെന്ന് പറയാം. നേരം പുലർന്നപ്പോൾ ഫ്രെഡറിക് യാങ് വല്ലാതെ അസ്വസ്ഥനായി അയാളുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അയാളിപ്പോ വിക്കി ലാമിങ്ങിനൊപ്പം വിക്കി ലാമിങ്ങിന്റെ വസതിയിലാണ് ഉള്ളത്. മാസ്റ്റർ സാഹുയുമായിട്ടുള്ള മാർക്ക് ഫെല്ലറുടെ ആ ഫൈറ്റിൽ മാർക്ക് ഫെല്ലർ കൊല്ലപ്പെടാനുള്ള സർവ്വസാധ്യതയുമുണ്ടെന്ന് വിക്കി ലാമിങ്ങിനും അറിയാം. വിക്കി അതുകൊണ്ട് തന്നെ വളരെ ടെൻഷനിലാണ്. മാർക്കിനെ കുറിച്ച് ആലോചിച്ച് കിടന്ന വിക്കി നേരം വെളുക്കാറായപ്പോഴാണ് ഉറങ്ങിയത്. രാവിലെ വാതിലിൽ മുട്ടുന്ന കേട്ട് വാതിൽ തുറക്കുമ്പോൾ വിക്കി കാണുന്നത് ഫ്രെഡറിക് യാങ്ങിനെയാണ്. ഫ്രെഡറിക് യാങ് ഏതാണ്ട് റെഡിയായി നിൽക്കുകയാണ്. വിക്കി, എനിക്കൊരു സഹായം വേണം. ഡോക്ടർ ഫ്രെഡറിക്, എന്താ വേണ്ടത് അങ്ങ് പറഞ്ഞോളൂ. വിക്കി, എന്നെ ആ മെഡിസിൻ കോൺഫറൻസ് നടക്കുന്ന വെന്യൂ വരെ ഒന്ന് കൊണ്ടുപോകണം. ഫ്രെഡറിക് യാങ് ആവശ്യപ്പെട്ട അനുസരിച്ച് വിക്കി ലാമിങ് ആ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് ഫ്രെഡറിക്കിനെ എത്തിച്ചു. ഫ്രെഡറിക്കിനെ അവിടെ എത്തിച്ചിട്ട് വിക്കി വീട്ടിലേക്ക് മടങ്ങി. വിക്കി ലാമിങ് പോയി കഴിഞ്ഞപ്പോൾ ഫ്രെഡറിക്ക് ശരിക്കും അസ്വസ്ഥതയോടുകൂടി ഓഫീസിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റെങ്കിലും ഫ്രെഡറിക് അവിടെ അങ്ങനെ നടന്നു കാണും. അവസാനം ഫ്രെഡറിക് യാങ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്രെഡറിക് ആ ഓഫീസിനകത്തേക്ക് കയറി. ഫ്രെഡറിക് ആ ഓഫീസിനകത്തേക്ക് കയറി വരുമ്പോൾ ഡോക്ടർ സഹീർ ഫ്രെഡറിക്കിനെ കണ്ടു. ഫ്രെഡറിക്കിനെ കണ്ടതും സഹീർ ഉറക്കെ ഫ്രെഡറിക്കിനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ ഫ്രെഡറിക്, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളോ? അങ്ങനെ സഹീർ ചോദിച്ചതും സഹീറിന്റെ അടുത്തേക്ക് വന്ന ഫ്രെഡറിക് ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ സഹീർ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഏയ് ഫ്രെഡറിക്, ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് നൽകേണ്ടത്? ഡോക്ടർ സഹീർ വളരെ താല്പര്യപൂർവ്വം ആ ചോദ്യം ചോദിച്ചതും ഫ്രെഡറിക് ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, എനിക്ക് മാർക്കിന് പകരം ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. ഏയ് ഫ്രെഡറിക്, മാർക്കിന് എന്ത് പറ്റി? അങ്ങനെ ചോദിച്ചിട്ട് ഫ്രെഡറിക്കിനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു, അല്ല ഇനി മാർക്കിനെ ആരെങ്കിലും തല്ലിക്കൊന്നോ? ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല, അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ആരെങ്കിലും തല്ലിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും മാർക്ക് ഫെല്ലറെ ആരെങ്കിലും തല്ലിക്കൊന്നു എന്ന് ഡോക്ടർ സഹീർ ചോദിച്ചപ്പോൾ ഡോക്ടർ ഫ്രെഡറിക് യാങ്ങിന് ഒരു സംശയം ഉണ്ടാവുകയാണ്. തലേദിവസം മാർക്ക് ഫെല്ലറും അയാളും കൂടി ആ മാർക്കറ്റിൽ നിൽക്കുമ്പോഴാണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് മാസ്റ്റർ മാർക്ക് ഫെല്ലറെ അടുത്തേക്ക് വരുന്നതും അവർ തമ്മിൽ ഒരു സംഘടന ആരംഭിക്കുന്നതും. ആ മാർഷൽ ആർട്ടിസ്റ്റ് മാസ്റ്ററെ അവിടെ എത്തിച്ചതിൽ ഡോക്ടർ സഹീറിന് എന്തോ പങ്കുണ്ടെന്ന് ഒരു തോന്നൽ ആ നിമിഷത്തിൽ ഫ്രെഡറിക്കിനുണ്ടായി. ഫ്രെഡറിക്കിനോടുള്ള ഡോക്ടർ സഹീറിന്റെ ചോദ്യമാണ് ആ സംശയത്തിന് കാരണം. ഏയ് ഡോക്ടർ സഹീർ, നിങ്ങളാണോ അതിന്റെ പിന്നിൽ? ഏയ് ഫ്രെഡറിക്, എന്നെ എതിർത്ത് ഈ ചിൽ ടൗണിൽ ഒരാൾ അങ്ങനെ അങ്ങ് ഡെവലപ്പ് ആകുമെന്ന് മിസ്റ്റർ ഫ്രെഡറിക്കിന് തോന്നുന്നുണ്ടോ? ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതെ ഡോക്ടർ സഹീർ അങ്ങനെ ചോദിച്ചതും ഫ്രെഡറിക് ദേഷ്യത്തോടെ സഹീറിനോട് പറഞ്ഞു, ഏയ് സഹീർ, നീ വിജയിച്ചു എന്നൊന്നും കരുതണ്ട. നീ ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നീ ഒരു ചെകുത്തനാണ്. ഏയ് ഡോക്ടർ ഫ്രെഡറിക്, എന്റെ മുഖത്ത് നോക്കി എന്തും പറയാമെന്നാണോ നീ കരുതുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ സഹീർ അയാളുടെ സീറ്റിൽ നിന്ന് ചാടി എണീറ്റ് ആ മേശയുടെ ഇപ്പുറത്ത് വന്നു. ഡോക്ടർ ഫ്രെഡറിക്കിനെ ഒന്ന് പറ്റിക്കുക എന്നുള്ളതാണ് ഡോക്ടർ സഹീറിന്റെ ലക്ഷ്യം. അയാൾ അതിവേഗം തന്റെ അടുത്തേക്ക് വരുന്നത് ഡോക്ടർ ഫ്രെഡറിക്ക് കണ്ടു. ഡോക്ടർ സഹീറിന്റെ ആ വരവ് കണ്ടിട്ടും ഡോക്ടർ ഫ്രെഡറിക്കിന് പതർച്ചയൊന്നുമില്ല. അയാൾ ആ അവസ്ഥയിലും സഹീറിനിട്ട് രണ്ട് പൊട്ടിക്കാനായി മുന്നോട്ട് കാൽ വെക്കുകയാണ്. ഡോക്ടർ ഫ്രെഡറിക്കിനേക്കാൾ എന്തുകൊണ്ടും ആരോഗ്യവാനാണ് ഡോക്ടർ സഹീർ. ഡോക്ടർ സഹീർ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാൾക്കൊപ്പം വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. ഡോക്ടർ
ഫെഡറിക് യാങ്ങിന് സഹീർ അടി പറ്റിക്കുമ്പോൾ സഹീറിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഡോക്ടർ ഫെഡറിക് യാങ്ങിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന സഹീർ കൈ നിവർത്തി ഒരു അടി. ഫെഡറിക്കിന്റെ കവളിൽ ആ അടി പതിയും എന്ന ഘട്ടം എത്തിയപ്പോൾ ആരോ സഹീറിന്റെ കയ്യിലൊന്ന് പിടിച്ചു. തന്റെ കവളിൽ ഡോക്ടർ സഹീറിന്റെ കൈ പതിഞ്ഞു എന്ന് മനസ്സിൽ കരുതിയ ഡോക്ടർ ഫെഡറിക് യാങ് കണ്ണു തുറക്കുമ്പോൾ അയാൾ കാണുന്നത് അയാളുടെ മുഖത്തിന് തൊട്ടടുത്തായി ഡോക്ടർ സഹീറിന്റെ കൈ ആരോ പിടിച്ചിരിക്കുന്നതാണ്. അമ്പരപ്പോടെ ആ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കിയ ഡോക്ടർ ഫെഡറിക് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. ശരിക്കും അയാൾക്ക് പരിചയമുള്ള ആ കൈ കണ്ട നിമിഷത്തിൽ അയാൾ ഞെട്ടിപ്പോയതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് സഷൽ മാർക്ക് ഫെല്ലറാണ്. ഇതേ സമയത്ത് ഡോക്ടർ ഫെഡറിക്കിന്റെ തൊട്ടുപുറകിൽ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാർക്ക് ഫെല്ലറെ കണ്ട് ഏതാണ്ട് ശവം പോലെ നിൽക്കുകയാണ് ഡോക്ടർ സഹീർ. സഹീറിനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കാഴ്ച. സാഹോ മാസ്റ്ററെ മാർക്ക് ഫെല്ലറെ കൊല്ലാൻ വേണ്ടി അയച്ചത് ഡോക്ടർ സഹീറാണ്. സാഹോ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും മാർക്ക് ഫെല്ലർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സഹീറിന് 100% ഉറപ്പാണ്. എന്നിട്ടും ഇതാ മാർക്ക് ഫെല്ലർ അയാളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ സഹീറിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. സഹീർ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, ഏയ് നീ ചത്തില്ലേ? ആ ചോദ്യം കേട്ടതും മാർക്ക് സഹീറിനെ ഒന്ന് വലിച്ചടിപ്പിച്ചിട്ട് വലത് കൈകൊണ്ട് ഒരു അടി. അടിയേറ്റ ഡോക്ടർ സഹീർ 5-6 തവണ 360 ഡിഗ്രിയിൽ അവിടെ നിന്ന് കറങ്ങി അയാൾ താഴേക്ക് വീണു. അയാളുടെ സബോർഡിനേറ്റ്സും മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ആളുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കെ ഡോക്ടർ സഹീർ അടിയേറ്റ് താഴെ വീണു. അടിയേറ്റ് താഴെ വീണ ഡോക്ടർ സഹീർ ഒരു പരുവത്തിൽ ചാടി എണീറ്റു. അയാൾ മാർക്ക് ഫെല്ലർക്ക് നേരെ അലറുകയാണ്. നീ എന്നെ തല്ലിയല്ലേ? ഈ ഓഫീസിൽ വന്ന് എന്നെ തല്ലാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായി? അങ്ങനെ മാർക്ക് ഫെല്ലറോട് ഡോക്ടർ സഹീർ ചോദിച്ചതും മാർക്ക് സഹീറിന്റെ തൊട്ടുമുന്നിലെത്തി. സഹീറിന്റെ തൊട്ടുമുന്നിലെത്തിയ മാർക്ക് സഹീറിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് സഹീറിനോട് പറഞ്ഞു, നീ കാണിച്ച ചെറ്റത്തരത്തിന് അതേ അളവിൽ മറുപടി നൽകാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല നിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ വിടുന്നത്. ഇതൊരു വാണിംഗ് ആണ്. ഇനി ഒരിക്കൽ കൂടി നീ വേല കാണിച്ചാൽ നിന്റെ ഈ രൂപം പിന്നെ ഉണ്ടാവില്ല. ശരിക്കും അവിടെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മാർക്ക് ഫെല്ലർ ആ വാചകം പറഞ്ഞത്. ചിൽഷെയർ പ്രോവിൻസിന്റെ ട്രഡീഷണൽ മെഡിസിനിലെ അവസാന വാക്ക് ഡോക്ടർ സഹീറാണ്. ആ സഹീറാണ് ചിൽഷെയർ പ്രോവിൻസിലെ ആ ട്രഡീഷണൽ മെഡിസിന്റെ കോൺഫറൻസിന്റെ ചെയർമാൻ. അയാളുടെ ഓഫീസാണത്. ആ ഓഫീസിൽ അയാളുടെ സഹപ്രവർത്തകരും അയാളുടെ ശിഷ്യന്മാരും മത്സരിക്കാൻ വന്ന ആളുകളും അവരുമായി കണക്റ്റഡ് ആളുകളും ഒക്കെ ഉള്ള സമയത്താണ് മാർക്ക് ഫെല്ലർ ആ വാചകം പറയുന്നത്. ഡോക്ടർ സഹീർ മാർക്കിനോട് മറുപടി പറയാനായിട്ട് മനസ്സുകൊണ്ട് ആലോചിച്ചെങ്കിലും തൊട്ടു മുന്നിൽ നിൽക്കുന്ന മാർക്ക് ചിലപ്പോൾ തന്നെ കൈവശിക്ക് വന്നൊരു ഫീല് അയാൾക്ക് അനുഭവപ്പെട്ടപ്പോൾ അയാൾ ഒരു നിമിഷം ഒന്ന് പുറകോട്ട് മാറി. ഈ സമയത്ത് മാർക്ക് ഫെഡറിക്കിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുകയാണ്. ശരിക്കും ഫെഡറിക് യാങ് വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അയാൾക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ എതിരിട്ട സാഹോ മാസ്റ്ററെ കുറിച്ച് യാത്രക്കിടയിൽ വിക്കി ലാമിംഗ് പല കാര്യങ്ങളും ഫെഡറിക്കിനോട് പറഞ്ഞിരുന്നു. വിക്കി ലാമിംഗിൽ നിന്നാണ് ആ സാഹോ മാസ്റ്ററുടെ കപ്പാസിറ്റിയെ കുറിച്ച് യഥാർത്ഥത്തിൽ ഫെഡറിക് യാങ് അറിയുന്നത്. മാർക്ക് ഫെല്ലർ ആ സാഹോ മാസ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെത്തട്ടിലാണെന്ന് വിക്കി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഫെഡറിക്കിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മാർക്കിന് ആ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഫെഡറിക് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് മാർക്ക് ഇതാ അവിടേക്ക് വരുന്നത്. മാർക്കിനോടായി ഫെഡറിക് ചോദിച്ചു, ഏയ് മാർക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഫെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് ആ മത്സരം നടക്കുന്ന വെന്യൂലോട്ട് പോവാം. മാർക്ക് ഫെല്ലറും ഫെഡറിക്കും കൂടി അങ്ങനെ അവിടെ നിന്ന് മത്സരം നടക്കുന്ന വെന്യൂവിലെത്തി. അവർ അവിടേക്ക് പോകുമ്പോൾ അവിടെ പുറകെ ഡോക്ടർ സഹീറും പരിവാരങ്ങളും ഒക്കെ വരികയാണ്. മാർക്ക് ഫെല്ലറും ഫെഡറിക്കും കൂടി മത്സരം നടക്കുന്ന വെന്യൂവിലെത്തുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഒത്തിരി ചെറുപ്പക്കാർ പല മേഖലകളിൽ നിന്നായി അവിടെ എത്തിയിട്ടുണ്ട്. ആ മത്സരിക്കുന്ന ആളുകൾക്ക് മത്സരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരിക്കുകയാണ്. കാണികൾക്ക് കാണാൻ കഴിയുന്ന ശൈലിയിൽ ഒരു വലിയ സ്റ്റേജ് തന്നെ മത്സരത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജിൽ ഓരോ മത്സരാർത്ഥിക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു മേശ സജ്ജീകരിച്ചിരിക്കുകയാണ്. ആ മേശപ്പുറത്ത് ഫർണസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് ലൈവായി അവിടെ ഉണ്ടാക്കി കാണിക്കണം. അതാണ് ആ മത്സരാർത്ഥികൾക്കുള്ള നിർദ്ദേശം. ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. മാർക്കും
ഫെഡറിക്കും ആ മത്സരം കാണാൻ കഴിയുന്ന ശൈലിയിൽ ഒരു സ്ഥലത്തിരുന്നു. ഈ സമയത്ത് ഡോക്ടർ സഹീറും ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ അവിടെ എത്തിയതും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന സംഘാടക സമിതിയിലെ കൺവീനർ മത്സരാർത്ഥികളോട് മത്സരത്തിന്റെ കണ്ടീഷൻസ് ഒക്കെ വിശദമാക്കി. മത്സരിക്കുന്ന ആളുകൾക്ക് 1 മണിക്കൂറാണ് ടൈം. 1 മണിക്കൂർ കൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മരുന്ന് അവരുണ്ടാക്കണം. ആ മരുന്നിന്റെ ഗുണമേന്മ ജഡ്ജസ് വിലയിരുത്തി ഏറ്റവും നന്നായിട്ട് മരുന്നുണ്ടാക്കുന്ന 4 ആളുകളെ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യും. ഫൈനലിൽ ആകെ 5 പേരാണ് ഉണ്ടാവുക. ഫൈനലിൽ ഒരാൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. അത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. ആ മത്സരിക്കുന്ന ആളുകളിൽ നിന്ന് 4 ആളുകളെയാണ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് സംഘാടക സമിതിയുടെ കൺവീനർ മത്സരം നടത്തുന്നതിനുള്ള കണ്ടീഷൻസും കൂടി അവരോട് പറഞ്ഞു. മാർക്ക് അതൊക്കെ കൗതുകപൂർവ്വം കേട്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും മത്സരം ആരംഭിച്ചു. ഏകദേശം 40ഓളം ആളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു റൗണ്ട് സ്റ്റേജാണ്. മാർക്ക് ഫെല്ലറും കാണികളും ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കുന്ന ഏതൊരാൾക്കും ആ 40 ആളുകളെയും ശ്രദ്ധിക്കാൻ പറ്റും. ഒരു റാഡ് ഷേപ്പിലാണ് ആ വെന്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാർക്കും ഫെഡറിക്കും അവിടെ നടക്കുന്ന ആ മത്സരം അങ്ങനെ വീഴ്ചകൊണ്ടിരിക്കുമ്പോൾ സമയം അതിവേഗം കടന്നു പോവുകയാണ്. ഈ സമയത്ത് ചെൽഷെയർ പ്രൊവിൻസിന്റെ തലസ്ഥാനമായ ചിൽറ്റൗണിലെ മിലിറ്ററി ആസ്ഥാനത്ത് ഒരു വീഡിയോ കാണുകയാണ് കമാൻഡർ ഗാവലിനും ഡാനി ഹോൾഡറും. ആ വീഡിയോ കാണുന്തോറും ഹോൾഡറിന്റെ സന്തോഷം കൂടിക്കൂടി വരികയാണ്. ശരിക്കും ആ വീഡിയോ കമാൻഡർ ഗാവലിനെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഗാവലിൻ ആ വീഡിയോ കണ്ടിട്ട് തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളോട് പറയുകയാണ്, ചീഫ് അങ്ങ് സത്യമായിട്ടും മാർക്ക് ഫെല്ലറെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും ഒന്നും വിചാരിച്ചിരുന്നില്ല. കമാൻഡർ ഗാവലിനും അതുപോലെ ഹോൾഡറും ചീഫ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലുള്ളത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറും സാഹോ മാസ്റ്ററും തമ്മിൽ തലേദിവസം വൈകുന്നേരം ആ മാർക്കറ്റിൽ നടന്ന ഫൈറ്റ് ആണ് വീഡിയോയിലുള്ളത്. ആരോ എടുത്ത വീഡിയോ കറങ്ങി തിരിഞ്ഞ് ആർമിക്കാരുടെ കയ്യിലെത്തിയതാണ്. ആ വീഡിയോയിലേക്ക് നോക്കിക്കൊണ്ട് ഗാവലിൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, എനിക്ക് സത്യത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ മാർക്ക് യഥാർത്ഥത്തിൽ ഒരു ഇന്നസെന്റ് മാസ്റ്റർ ഹാൻഡ്സ് ആണ്. ഈ സാഹോ മാസ്റ്റർ ആണെങ്കിൽ ഒരു പാസ്റ്റ് മാസ്റ്റർ ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. എന്നിട്ടും എങ്ങനെയാ മാർക്കിനെ ഈ പാസ്റ്റ് മാസ്റ്റർ സാഹോയെ പരാജയപ്പെടുത്താൻ പറ്റിയത്? ആ ചോദ്യം ഗാവലിൻ ചോദിക്കുമ്പോൾ അതേ ചോദ്യം ചീഫ് ഊവിന്റെ മനസ്സിലുമുണ്ട്. ചീഫ് ഊവിന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. ചീഫ് ഊവിനോടായി ഗാവലിൻ ചോദിച്ചു, ചീഫ് അങ്ങ് എന്താ ഒന്നും ഇടാൻ നിൽക്കുന്നത്? ഹേയ് കമാൻഡർ ഗാവലിൻ, സത്യമായിട്ടും ഞാൻ ആകെ ഞെട്ടി നിൽക്കുക. എന്നോട് എമിലി ബ്ലാക്ക് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സത്യമായിട്ടും മാർക്കിനെ വില കുറച്ചാ കണ്ടത്. എമിലിയെ ഏതോ ശൈലിയിൽ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ മാത്രമാണ് മാർക്കിനെ ഞാൻ വിലയിരുത്തിയത്. പക്ഷെ എന്റെ ആ വിലയിരുത്തലൊക്കെ തെറ്റായി പോയെന്ന് ഇതാ തെളിയുകയാണ്. ചിൽഷെയറിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന മാർഷൽ ആർട്ടിസ്റ്റ് ആണ് ഒരു പാസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്. പാസ്റ്റ് മാസ്റ്റർ കഴിഞ്ഞാൽ അടുത്തത് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് മാസ്റ്ററായ സാഹോയെ മാർക്ക് ഫെല്ലർ പരാജയപ്പെടുത്തിയ ആ വീഡിയോ ഒരു വല്ലാത്ത അമ്പരപ്പ് അവർക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചീഫ് റിച്ചാർഡ് ഗാവലിനോട് പറഞ്ഞു, എനിക്കിപ്പോ ആ കാര്യം ഉറപ്പായി. ബ്ലാക്ക് കുടുംബം എന്തുകൊണ്ടാണ് ഈ മാർക്ക് ഫെല്ലറെ സപ്പോർട്ട് ചെയ്തത്? മാർക്ക് ഫെല്ലറുടെ കപ്പാസിറ്റിയെ കുറിച്ച് അവർക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ മാർക്കിനെ ആ മിഡിൽ സിറ്റിയിൽ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായത്. മിഡിൽ സിറ്റിയിലെ പ്രമുഖരായ ആളുകളൊക്കെ ശരിക്കും അന്ന് മാർക്ക് ഫെല്ലറെ എമിലി ബ്ലാക്ക് പ്രൊമോട്ട് ചെയ്തപ്പോ വളരെ അമ്പരപ്പോടുകൂടിയാണ് ആ കാഴ്ച കണ്ടിരുന്നത്. ആ ഹാളിൽ ഉണ്ടായിരുന്ന റിച്ചാർഡ് അന്നേ ദിവസം എമിലി ബ്ലാക്കിനോട് കളിയായി ചോദിക്കുകയും ചെയ്തു, നിങ്ങള് മനഃപൂർവ്വം ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുന്നല്ലേന്ന്. ഇപ്പൊ ആ ചോദ്യം അങ്ങനെ ചോദിച്ചതിൽ ശരിക്കും ഊവിന് ഒരു മനസ്താപമാണ്. യഥാർത്ഥത്തിൽ എമിലി ബ്ലാക്കുമായി ഒരു ബെറ്റ് വെച്ചതുമാണ്. തോംസൺ കുടുംബത്തിന്റെ ഷോൺ തോംസന് മുന്നിൽ മാർക്ക് ഒന്നുമല്ല എന്നാണ് അന്ന് റിച്ചാർഡ് പറഞ്ഞത്. റിച്ചാർഡ് ഊവിന്റെ അതുവരെയുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് റിച്ചാർഡ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഷോൺ തോംസൺ മാർക്കിന് മുന്നിൽ പരാജയപ്പെട്ട കഥ റിച്ചാർഡ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് റിച്ചാർഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലേക്ക് മാർക്കിനെ എടുക്കാൻ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിരുന്ന ആളുകളുടെ മുന്നിൽ വെച്ചത്. അങ്ങനെ ഒരു നിർദ്ദേശം അന്ന് റിച്ചാർഡ് വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ആ നിർദ്ദേശം ഉൾക്കൊണ്ട് മാർക്കിനെ പോയി കാണുകയും മാർക്കിനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ആ തീരുമാനം എന്തുകൊണ്ടും നന്നായെന്ന് മാർക്കിന്റെ ഇന്നലത്തെ പെർഫോമൻസ് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്. ഒരു പാസ്റ്റ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന വ്യക്തി അതിശക്തനാണ്. ആർമിക്ക് അത്തരം ശക്തിയുള്ള ഒരാളുടെ സേവനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. റിച്ചാർഡ് അദ്ദേഹത്തോടൊപ്പമുള്ള ആ ആർമി ആളുകളൊക്കെ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ലാമിംഗ് കുടുംബത്തിൽ ആ വീഡിയോ കാണുന്ന വിക്കി ലാമിംഗ് വല്ലാത്ത അമ്പരപ്പോടുകൂടി ആ വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വിക്കി ലാമിംഗ് ആ
വാട്ടർ കേവിന് അടുത്ത് വെച്ച് ലിയോ കുടുംബത്തിലെ ഷൈനുമായി മാർക്ക് ഏറ്റുമുട്ടുന്നതിന് സാക്ഷിയായി. അന്ന് മാർക്കിന്റെ എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വിക്കി വിലയിരുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ലെവലുകൾ മാർക്ക് മാറിയിരിക്കുന്നുവെന്ന് ആ വീഡിയോ വിളിച്ചു പറയുകയാണ്. സാഹോ മാസ്റ്റർ അങ്ങനെ അങ്ങ് പരാജയപ്പെടുന്ന വ്യക്തിയല്ല. അയാളെ പരാജയപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള ആളുകൾ ഈ ചിൽഷ്യറിൽ വളരെ കുറവാണ്. അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ചില വ്യക്തികൾ സാഹോ മാസ്റ്ററേക്കാൾ കപ്പാസിറ്റിയുള്ള ആളുകളായിട്ട് ഉണ്ടെന്ന് വിക്കിക്കും അറിയാം. അവരെ ഒഴിവാക്കിയാൽ സാഹോ മാസ്റ്റർ സാധാരണഗതിയിൽ പരാജയപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത വ്യക്തിയാണ്. ആ മാസ്റ്ററെയാണ് പബ്ലിക്കായി മാർക്ക് ഫെല്ലർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും ഈ വീഡിയോ അനവധി തലങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. സാഹോ മാസ്റ്ററും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ആ ഫൈറ്റിന്റെ വീഡിയോ പല ആളുകളും കാണുമ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത മാർക്ക് ഫെല്ലർ ആ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫെഡറിക് മാർക്കിനോട് ചോദിച്ചത്, മാർക്ക്, ആ മത്സരിക്കുന്നതിൽ ഒരാൾ ഈ ഡോക്ടർ സഹീറിന്റെ ശിഷ്യനാണെന്നുള്ള കാര്യം മാർക്കിന് അറിയാമോ? ഡോക്ടർ ഫെഡറിക് യങ് ആ ചോദ്യം ചോദിച്ചതും മാർക്ക് ഫെഡറിക്കിനോട് പറഞ്ഞു, അവിടെ ആ ആറാമത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? മാർക്ക് എങ്ങനെ മനസ്സിലായത് അതാണ് ആ ചെറുപ്പക്കാരനെന്ന്? ഡോക്ടർ ഫെഡറിക്, ഞാൻ ഈ 40 പേരെയും നിരീക്ഷിക്കായിരുന്നു. ആ 40 പേരെ നിരീക്ഷിച്ച് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ബാക്കിയുള്ള എല്ലാ ആളുകളെയും ഈ ചെറുപ്പക്കാരൻ കവച്ചു വെക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അത് ഡോക്ടർ സഹീറിന്റെ ശിഷ്യനാണ്. വളരെ വ്യക്തമായ ഒരു വിലയിരുത്തലാണ് മാർക്ക് ഫെല്ലർ നടത്തിയെന്ന് മനസ്സിലാക്കിയ ഫെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് തന്നെയാണ് കക്ഷി. അവന്റെ പേര് ലവ് ജിയാൻ എന്നാണ്. അവൻ ഈ ഡോക്ടർ സഹീറിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. ആ ലവ് ജിയാനെ കുറിച്ച് ഫെഡറിക് യാങ്ങിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഫെഡറിക് യാങ് മാർക്കിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനെ ശ്രദ്ധിക്കണം, അവന് ഡോക്ടർ സഹീറിന്റെ പിന്തുണ ഉണ്ടാവും. ഡോക്ടർ സഹീർ ആള് അത്ര നല്ല കക്ഷിയല്ല, അയാള് കളിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കള്ളക്കളി അയാൾ കാണിക്കും. അയാളുടെ നഖത്തിനിടയിൽ കള്ളത്തനമാണ്. ഡോക്ടർ സഹീറിനെ കുറിച്ച് ഫെഡറിക് യാങ് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഫെഡറിക് യാങ് മാർക്കിനോട് പറഞ്ഞതിന് ശേഷം മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണേ. ഡോക്ടർ ഫെഡറിക്, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ വേണ്ട. ഈ ആൽക്കമിസ്റ്റ് മേഖലയിൽ ഈ ഡോക്ടർ സഹീർ എനിക്കൊരു വിഷയമേ അല്ല. മരുന്നുണ്ടാക്കുന്ന മേഖലയിൽ അവിടെ ഇരിക്കുന്ന ഒരാൾക്കും തന്നെ മറികടക്കാനാകില്ല എന്നൊരു തോന്നൽ മാർക്ക് ഫെല്ലർക്കുണ്ട്. മാർക്ക് ഫെല്ലറുടെ അച്ഛൻ മാർക്ക് ഫെല്ലർക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ ലൈബ്രറി വളരെ അമൂല്യമാണ്. അതിനകത്തുള്ള മരുന്നുകൾ അതൊന്നും തന്നെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അറിവുള്ളതല്ല. മാർക്കിന്റെ കയ്യിലെ ലൈബ്രറിയിൽ നിന്ന് വളരെ റാൻഡമായിട്ട് ഒരെണ്ണം എടുത്താൽ പോലും ആ മരുന്ന് അവിടെ നിൽക്കുന്ന ആരുണ്ടാക്കുന്ന ഏത് മരുന്നിനെയും കടത്തി വെട്ടുമെന്നുള്ള കാര്യത്തിൽ മാർക്കിന് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ മാർക്കിന് വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. ഏകദേശം 1 മണിക്കൂറോടെ കഴിഞ്ഞതും റിസൾട്ടുകൾ അനൗൺസ് ചെയ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടത് 4 ആളുകളാണ്. 2 യുവതികളും ലവ് ജിയാനും പിന്നെ മറ്റൊരു ചെറുപ്പക്കാരനും. ആ 4 പേരെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞതും ഫൈനൽ മത്സരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആരംഭിക്കുമെന്ന് സംഘാടക സമിതിയുടെ കൺവീനർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. പങ്കെടുക്കാൻ വന്ന ആളുകളും വിജയികളായ ആളുകളും ഒക്കെ ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരത്തിന്റെ തയ്യാറെടുപ്പിന് മുന്നോടിയായി ഭക്ഷണം കഴിക്കാനായി നീങ്ങുമ്പോൾ ലവ് ജിയാനെ ഡോക്ടർ സഹീർ അയാളുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഡോക്ടർ സഹീറും ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ലവ് ജിയാനെ ഡോക്ടർ സഹീർ വിളിക്കുന്നത്. വളരെ ബഹുമാനപൂർവ്വം ലവ് ജിയാൻ അവരുടെ അടുത്തെത്തി. ലവ്, നീ വളരെ മനോഹരമായിട്ടാണല്ലോ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഡോക്ടർ സഹീർ പറഞ്ഞിട്ട് ജഡ്ജസ് നോക്കിയതും ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളും ലവ് ജിയാനോട് പറഞ്ഞു, മിസ്റ്റർ ലവ്, ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. മറ്റ് എല്ലാവരും അപേക്ഷിച്ച് മിസ്റ്റർ ലവ്, നിങ്ങൾ ഒരു പടി മുന്നിലാണ്. വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഫൈനൽ മത്സരം തുടങ്ങും മുമ്പ് തന്നെ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം ലവ് ജിയാൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഡോക്ടർ സഹീറുമായിട്ടുള്ള ആ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ബന്ധം ആ വാക്കിൽ പ്രകടമാണ്. ഡോക്ടർ സഹീറിന്റെ ശിഷ്യനെ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ലവ് ജിയാന് ആ കാര്യം മനസ്സിലായി. ലവ് ജിയാൻ അതിന് മറുപടി പറയാതെ അവരെ നോക്കിയത് പുഞ്ചിരിച്ചതും ഡോക്ടർ സഹീർ ലവ് ജിയാനോടായി പറഞ്ഞു, ലവ്, ഈ മത്സരം വിജയിക്കാനായി
നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അതിന് ഉടൻ തന്നെ ലവിന് മറുപടി വന്നു, ഡോക്ടർ അതൊന്നും വേണ്ട, ഈ നിൽക്കുന്ന ആരും എനിക്കൊരു വിഷയമേ അല്ല. എന്നെപ്പോലെ മരുന്നുണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഇവിടെ വേറെ ആരുമില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ലവ് ജിയാൻ പറഞ്ഞതും സഹീർ ലവിനോടായി പറഞ്ഞു, ലവ്, അവിടെ ആ വലതു ഭാഗത്തെ ടേബിളിൽ ഡോക്ടർ ഫ്രെഡറിക് യാങ്ങിനൊപ്പം ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്ന കണ്ടില്ലേ? അങ്ങനെ ഡോക്ടർ സഹീർ പറഞ്ഞതും ലവ് ജിയാൻ അങ്ങോട്ട് നോക്കി. അവിടെ ഇരിക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറും ഫ്രെഡറിക്കും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് നോക്കിയ ലവ് ജിയാനോടായി ഡോക്ടർ സഹീർ പറഞ്ഞു, അതാണ് മാർക്ക് ഫെല്ലർ. അവന് ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് എൻട്രി കിട്ടിയിരിക്കുകയാണ്. അവനെ ഒന്ന് നോട്ട് ചെയ്തു. അവൻ നിനക്ക് ഒരു എതിരാളിയാണ്. അത് കേട്ടതും ലവ് ജിയാൻ ഒന്ന് ചിരിച്ചു. ഡോക്ടർ എന്താ പറയുന്നത്? അവനൊക്കെ എനിക്കിങ്ങനെ എതിരാളിയാകാനാണ്. എൻ്റെ ആൽക്കമിസ്റ്റ് കപ്പാസിറ്റിയിൽ എനിക്ക് തോന്നുന്നു അങ്ങക്ക് ഒരു സംശയം ഉണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളും സഹീറും നോക്കി നിൽക്കി. ലവ് ജിയാൻ അവൻ്റെ വലത് കൈ പതുക്കെ ഒന്ന് മുന്നോട്ടാക്കി. അവൻ്റെ വലത് കൈ ആ ടേബിളിന് മുകളിലേക്ക് വരുമ്പോൾ അവൻ്റെ ആ കൈയിൽ ഒരു പ്രകാശം പതുക്കെ വന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ അവൻ്റെ കൈക്കുള്ളിൽ വന്ന പ്രകാശം ഒരു ജ്വാലയായി മാറി. ആ ജ്വാല കണ്ട ഡോക്ടർ സഹീറും ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളും അമ്പരപ്പോടെ ലവ് ജിയാനോട് പറഞ്ഞു, അത് സ്പിരിച്വൽ ഫയർ അല്ലേ? അതിന് ചിരിച്ചുകൊണ്ട് തന്നെ ലവ് ജിയാൻ അവരുടെ മറുപടി പറഞ്ഞു, അതെ, ഇത് സ്പിരിച്വൽ ഫയർ ആണ്. സ്പിരിച്വൽ ഫയർ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസാധ്യ ശേഷിയാണ്. സാധാരണഗതിയിൽ ആൽക്കമിസ്റ്റ് ആകുന്ന ആളുകളിൽ 99% അങ്ങനെ സ്പിരിച്വൽ ഫയർ സൃഷ്ടിക്കാൻ കഴിയില്ല. ഡോക്ടർ സഹീർ തന്നെ എത്രയോ കാലങ്ങളായി അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അയാൾക്ക് ഇന്നുവരെയും സ്പിരിച്വൽ ഫയർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ശരീരത്തിനുള്ളിലെ ഇന്റേണൽ എനർജി ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയെ തീയാക്കി മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഇതാ വളരെ സിമ്പിളായിട്ട് ലവ് ജിയാൻ സ്പിരിച്വൽ എനർജി ഉണ്ടാക്കി കാണിക്കുകയാണ്. അത് കണ്ടതും ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങളും സഹീറും ഒക്കെ ശരിക്കും അനുമോദനങ്ങൾ കൊണ്ട് ലവ് ജിയാനെ മൂടിയെന്ന് തന്നെ പറയാം. ലവ്, ഇനി ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. മാർക്കല്ല, ആര് വന്നാലും നീ തന്നെ വിജയിക്കും. അങ്ങനെ ഡോക്ടർ സഹീർ പറയുമ്പോഴേക്കും ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾ ഭക്ഷണം കംപ്ലീറ്റ് ചെയ്ത് ടേബിളിൽ നിന്ന് എണീറ്റു. അവർ വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ ഡോക്ടർ സഹീർ ലവ് ജിയാനെ അയാളുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ശബ്ദം താഴ്ത്തി അവനോടായി പറഞ്ഞു, ലവ്, എപ്പോഴും ഒരു കരുതൽ ഉണ്ടായിരിക്കണം. മാർക്കിന് സകല തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് അവൻ പല വിജയങ്ങളും നേടിയിട്ടുണ്ട്. നീ അറിഞ്ഞു കാണുമല്ലോ, ആ ലിയോ കുടുംബത്തെയും അതുപോലെ തോംസൺ കുടുംബത്തെയും തകർത്തതിൽ അവന് പങ്കുണ്ട്. ആ വാർത്ത ലവ് ജിയാനും കേട്ടിട്ടുണ്ട്. ആ വാർത്തയുടെ അടിസ്ഥാന കാരണക്കാരനായ മാർക്ക് ഫെല്ലറാണ് ഇന്ന് തനിക്കെതിരെ മത്സരിക്കുന്ന വ്യക്തിയെന്ന് കേട്ടപ്പോൾ ലവ് ജിയാന് അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമുണ്ട്. പ്രസിദ്ധരായ ആളുകളെ തോൽപ്പിക്കുമ്പോഴാണല്ലോ വിജയിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാവുക. അവൻ ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ, അങ്ങ് എൻ്റെ മാസ്റ്ററാണ്. അങ്ങ് ഒരു കാരണവശാലും ഈ പ്രാവശ്യം പരാജയപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ലവ് ജിയാൻ പറഞ്ഞതും ഡോക്ടർ സഹീർ ലവിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഉറപ്പായും അവൻ വീഴും. മാസ്റ്റർ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്തോ ഒരു തരികിട പരിപാടി ഡോക്ടർ സഹീർ പ്ലാൻ ചെയ്യുകയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ലവ് ജിയാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഈ സംഭാഷണം കഴിഞ്ഞ് അധികം സമയം കഴിയും മുമ്പ് മത്സരം ആരംഭിക്കാനുള്ള ഒരുക്കമായി. ഇപ്പോൾ 5 ആളുകൾക്ക് വേണ്ടിയുള്ള ടേബിളുകളാണ് സ്റ്റേജിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 5ാമത്തെ കൗണ്ടറിൽ നിൽക്കുന്നത് മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറുടെ തൊട്ടടുത്ത് 4ാമത്തെ കൗണ്ടറിൽ ലവ് ജിയാൻ. തുടർന്നുള്ള കൗണ്ടറുകളിൽ ബാക്കി 3 ആളുകൾ. ആ 5 ടീമിനെയും കൺവീനർ ഓഡിയൻസിന് പരിചയപ്പെടുത്തി. ഓഡിയൻസിനെ ആ 5 ടീമിനെ പരിചയപ്പെടുത്തുമ്പോഴാണ് മാർക്ക് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഉച്ചവരെയുള്ള മത്സരം കാണാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ആ ഹാൾ മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രമുഖരായ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഫൈനൽ മത്സരം നടക്കുന്നതെന്ന് അറിയാവുന്ന പ്രമുഖ വ്യക്തികളൊക്കെ ഉച്ചയ്ക്ക് ശേഷം എത്തിയതാണെന്ന് അർത്ഥം. ശരിക്കും ഒരു ഹൗസ്ഫുൾ സദസ്സ് അതാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ സദസ്സിനാണ് ആ 5 ആളുകളെ കൺവീനർ പരിചയപ്പെടുത്തിയത്. ആ 5 ആളുകളെ പരിചയപ്പെടുത്തിയതിനു ശേഷം
ജഡ്ജിംഗ് പാനലിലെ ഏതെങ്കിലും ടീമിനെ കൺവീനർ സദസ്സിന് പരിചയപ്പെടുത്തി. ആ ജഡ്ജിംഗ് പാനലിലെ ഏതെങ്കിലും ടീമിന്റെ കൺവീനർ ഡോക്ടർ സഹീറാണ്. ട്രഡീഷണൽ മെഡിസിനൽ കോൺഫറൻസിന്റെ ചെയർമാൻ എന്ന നിലയിലാണ് ഡോക്ടർ സഹീർ ആ ജഡ്ജിംഗ് പാനലിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നത്. കൺവീനർ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞതും ഡോക്ടർ സഹീർ മൈക്ക് കയ്യിലെടുത്തു. ജഡ്ജിംഗ് കമ്മിറ്റിയുടെ തലവൻ നിലയിൽ ഇനി നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹമാണ് കൊടുക്കുക. ഡോക്ടർ സഹീർ 5 പാർട്ടിസിപ്പൻസിനും വിജയം ആശംസിച്ചതിന് ശേഷം മത്സരം തുടങ്ങാനുള്ള ബെല്ല് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ മത്സരാർത്ഥികളുടെ പുറകിൽ നിൽക്കുകയായിരുന്ന 5 ആളുകൾ 5 വലിയ ബാസ്ക്കറ്റ് ആ മത്സരാർത്ഥികളുടെ ടേബിളിന്റെ മുന്നിലേക്ക് വെച്ചു. മത്സരം തുടങ്ങാനുള്ള ബെല്ല് അടിച്ചതിന് ശേഷമേ ആ ബാസ്ക്കറ്റ് അവിടെ വെക്കൂ എന്നുള്ളത് കണ്ടീഷനാണ്. ആ ബാസ്ക്കറ്റിനകത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എന്ത് മരുന്ന് വേണമെങ്കിലും മത്സരാർത്ഥികൾക്ക് ഉണ്ടാക്കാം. എല്ലാ ടേബിളിലും ഗ്യാസ് കണക്ഷനും അതുപോലെ ഒരു സ്റ്റവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റവിന് മുകളിലായി ശരിക്കൊരു ഫർണസാണ് ഉള്ളത്. ആ ഫർണസിൻ്റെ മുകളിൽ ഏത് ശൈലിയുള്ള പാത്രം വയ്ക്കാനും പറ്റുന്ന ശൈലിയുള്ള സംവിധാനങ്ങളുണ്ട്. പാത്രങ്ങളും ആ ടേബിളിലുണ്ട്. ഏത് അളവിലുള്ള മരുന്നാണ് ഉണ്ടാക്കുന്നതനുസരിച്ച് അവിടെ പാത്രം മാറ്റിവെക്കാനുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. അതിനു പുറമെ ആ ബാസ്ക്കറ്റിനകത്തുള്ള സാധനങ്ങൾ അരിയാനും പൊടിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ആ മരുന്നുണ്ടാക്കുന്ന ആളുകൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. മത്സരം ആരംഭിക്കാനുള്ള ആ സിഗ്നൽ മുഴങ്ങിയതും സകലരും അവരുടെ കൈവശം കിട്ടിയ ആ ബാസ്ക്കറ്റിനകത്തുള്ള മെഡിസിനൽ പ്ലാന്റ്സ് പരിശോധിച്ചു തുടങ്ങി. ശരിക്കും മാർക്ക് ഫെല്ലർ അയാളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കപ്പെട്ട ആ ബാസ്ക്കറ്റിനകത്തേക്ക് നോക്കുമ്പോൾ വല്ലാതെ വിളറിപ്പോവുകയാണ്. അതിനകത്ത് മെഡിസിനൽ വാല്യൂ തീരെ ഇല്ലാത്ത എന്നാൽ മെഡിസിനൽ സസ്യങ്ങൾ തന്നെയായ ഒരുപാട് ഐറ്റംസ് ആണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും മാർക്ക് ഫെല്ലർ ഒരു മരുന്നും ഉണ്ടാക്കരുത്. അത് തീരുമാനിച്ചുറച്ചിട്ട് തന്നെയാണ് സഹീർ ആ ബാസ്ക്കറ്റ് മാർക്ക് ഫെല്ലറുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. മാർക്ക് സമീപത്തുള്ള മറ്റ് ബാസ്ക്കറ്റുകളിലേക്ക് നോക്കുമ്പോൾ അതിലൊക്കെ ഫ്രഷ് മെഡിസിനൽ പ്ലാന്റ്സാണ് ഉള്ളത്. മാർക്ക് ഓഡിയൻസിന്റെ മുന്നിലിരിക്കുന്ന ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഒന്ന് നോക്കി. ഡോക്ടർ സഹീറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. മാർക്ക് തന്നെ നോക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സഹീർ മാർക്കിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ ഒന്ന് ഇടഞ്ഞു. മാർക്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം കൂടി എടുത്ത് ഒരു വലിയ ബക്കറ്റിനകത്തോട്ടിട്ടു. ശരിക്കും ഒരു സ്റ്റീൽ ബക്കറ്റാണ്. ആ ബക്കറ്റിനകത്തേക്ക് ആ പ്ലാന്റ്സ് എല്ലാം കൂടി എടുത്തിട്ട് മാർക്ക് ആ ബക്കറ്റ് ഫർണസിന്റെ മുകളിലേക്ക് വെച്ചു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. മാർക്ക് സ്റ്റൗ ഓണാക്കി. ശരിക്കും ഈ കാഴ്ച കണ്ട ഓഡിയൻസ് അമ്പരപ്പോടെയാണ് ആ കാഴ്ചയിലേക്ക് നോക്കുന്നത്. സാധാരണഗതിയിൽ മരുന്നുണ്ടാക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നതോ അതാണ് മറ്റുള്ള ടേബിളുകളിൽ നടക്കുന്നത്. ആ മേശയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ബാസ്ക്കറ്റിനകത്ത് നിന്ന് അവർക്ക് അനുയോജ്യമായ ചെടി മാത്രം എടുത്ത് അല്ലെങ്കിൽ തണ്ടെടുത്ത് അല്ലെങ്കിൽ വേരെടുത്ത് അല്ലെങ്കിൽ കായെടുത്ത് അതിനെ ഒരു മരുന്നാക്കി മാറ്റാനുള്ള പ്രക്രിയയിലേക്കാണ് ബാക്കി 4 ടേബിളിലെ ആളുകൾ കടന്നിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ ആ മുഴുവൻ സാധനങ്ങളും എടുത്ത് ഒരു ബക്കറ്റിലിട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു ഹൈപ്പാണ്. ആ ഹൈപ്പിലുള്ള മാർക്ക് ഫെല്ലർ ശരിക്കും ബക്കറ്റിനകത്തേക്ക് മുഴുവൻ സാധനങ്ങൾ ഇട്ട് തിളപ്പിക്കുന്നുണ്ടപ്പോൾ ഓഡിയൻസ് വല്ലാത്തൊരു അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആളുകളൊക്കെ ഈ കാഴ്ച കണ്ട് പരസ്പരം കമന്റ് ചെയ്യാണ്, ഈ മാർക്ക് ഫെല്ലർ ഇത് എന്താ ചെയ്യുന്നത്? ഇനി മാർക്കിനെ മരുന്നുണ്ടാക്കാൻ അറിയത്തില്ലേ? ഈ മാർക്കല്ലേ ആ സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കിയത്? ഇനി അത് ഒരു കബളിപ്പിക്കലാവോ? ഇതേ ഡയലോഗ് ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ഡോക്ടർ സഹീറും ഒക്കെ പരസ്പരം പറയുന്നുണ്ട്. അത് ശരി, ഇവന് മരുന്നുണ്ടാക്കാനൊന്നും അറിയത്തില്ലല്ലേ? മരുന്നുണ്ടാക്കുന്ന പ്രക്രിയ അല്ല മാർക്ക് അവിടെ ഉപയോഗിക്കുന്നതെന്ന് അത് കാണുന്ന എല്ലാവർക്കും അറിയാം. അവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളും ഒക്കെ വല്ലാത്തൊരു അമ്പരപ്പോടു കൂടിയാണ് ആ കാഴ്ച കാണുന്നത്. എന്നാൽ മാർക്കിന്റെ തൊട്ടടുത്തുള്ള ലവ് ജിയാൻ വളരെ ശ്രദ്ധാപൂർവം ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവന്റെ സ്പീഡും അവന്റെ കൈകളുടെ ആ ചലനവും വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ശരിക്കും അവൻ ഒരു അടിപൊളി ആൽക്കമിസ്റ്റ് ആണെന്ന് വിളിച്ച് പറയുന്ന ശൈലിയിൽ അവൻ ആ മരുന്ന് നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ വേഗത ബാക്കി 3 പേർക്കുമില്ല. ബാക്കി 3 പേരെയും ലവ് ജിയാനുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ലവ് ജിയാൻ അവരെക്കാൾ വളരെ വളരെ മുകളിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ലവ് ജിയാനുമായി പിന്നീട് കമ്പയർ ചെയ്യാനുള്ളത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്.
മാർക്ക് ഫെല്ലർ ആണെങ്കിൽ മത്സരത്തിൽ നിന്നേ ഔട്ടായതുപോലെയാണ് പെരുമാറുന്നത്. നമ്മൾ പച്ചക്കറികളെല്ലാം കൂടി എടുത്ത് ഒരു പാത്രത്തിലിട്ട് വേവിക്കുമ്പോൾ പോലെ ഇവിടെ ഇതാ മാർക്ക് എല്ലാം കൂടി ഇട്ട് വേവിക്കുകയാണ്. ബക്കറ്റിനകത്തേക്ക് മാർക്ക് സാധനങ്ങളിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുമ്പോൾ ഈ കാഴ്ച ബക്കറ്റിന്റെ പുറത്തുകൂടി മാത്രമേ പുറത്തേക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റൂ. ഫർണസ് ആണെങ്കിൽ കുറെ കൂടി സുതാര്യമായ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബക്കറ്റ് അത്ര സുതാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ബക്കറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് ഒരു പിടിയുമില്ല. മാർക്ക് ആ ബക്കറ്റിനകത്തോട്ട് കൈവച്ചിരിക്കുന്നതും അവർക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ്. ബക്കറ്റിനകത്തേക്ക് കൈവച്ചിരിക്കുന്ന മാർക്കിന്റെ കയ്യിൽ നിന്ന് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ എനർജി ആ ബക്കറ്റിലെ ഇൻഗ്രീഡിയൻസിലേക്ക് കറക്റ്റ് അളവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് സഹീർ തനിക്കിട്ട് പണിതാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ശരീരത്തിലെ സ്പിരിച്വൽ എനർജി മരുന്നാക്കി മാറ്റാനുള്ള ഒരു പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന് മാർക്കിന് വേണ്ടത് എന്താണെന്ന് മാർക്കിന് അറിയാം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ആ സ്റ്റൗ ഓഫാക്കി. മാർക്കിന്റെ ബക്കറ്റിനകത്തുണ്ടായിരുന്ന മെറ്റീരിയൽസിനെ മാർക്ക് ഇതിനിടയിൽ ഇളക്കി തുടങ്ങുകയും ചെയ്തിരുന്നു. മാർക്ക് ആ ബക്കറ്റിനകം ഇളക്കുന്നത് ഉറപ്പായിട്ടും പുറത്തേക്കുന്ന ആൾക്കാർക്ക് കാണാം, ഓഡിയൻസിന് കാണാം, ജഡ്ജിങ് കമ്മിറ്റി അംഗങ്ങൾക്ക് കാണാം. പക്ഷേ ആ ഇളക്കുന്ന സാധനത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് വിസിബിൾ അല്ല. ബക്കറ്റ് സാധാരണഗതിയിൽ ആരും ഇതുപോലുള്ള ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ബക്കറ്റിനകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. എന്നാൽ ബാക്കി 4 പേരുടെയും സംഭവങ്ങൾ ആളുകൾക്ക് വിസിബിളാണ്. അവരൊക്കെ വളരെ ചെറിയ അളവിൽ മരുന്നുണ്ടാക്കുന്നതുകൊണ്ട് ആ മരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ സുതാര്യമായതുകൊണ്ട് ആ പാത്രങ്ങൾക്കകത്ത് എന്ത് നടക്കുന്നു എന്ന് അവർക്ക് കാണാം. ആ 4 പാർട്ടിസിപ്പൻസിൽ ലവ് ജിയാന്റെ ഫർണസിന്റെ മുകളിലുള്ള പാത്രത്തിലാണ് സകലരുടെയും ശ്രദ്ധ. അതിനകത്ത് ശരിക്കും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ബാക്കി 3 പേരും അപ്പോഴും പല കാര്യങ്ങളും ചേർത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലവ് ജിയാന്റെ പ്രവർത്തനങ്ങൾക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള സ്പീഡുണ്ട്. അതിവേഗമാണ് അയാൾ മരുന്നുണ്ടാക്കുന്നത്. കൃത്യം 35 മിനിറ്റ് ആയപ്പോൾ ലവ് ജിയാൻ അവന് ഫർണസിന് താഴെയുള്ള സ്റ്റൗ ഓഫാക്കി. സ്റ്റൗ ഓഫാക്കുന്നത് മരുന്ന് ഉൽപാദനം പൂർത്തീകരിക്കുമ്പോഴാണ്. എന്നാൽ അയാളുടെ ഇടതുവശത്ത് നിൽക്കുന്ന മറ്റു 3 പേരും ഇപ്പോഴും ആ മരുന്ന് ചൂടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ലവ് ജിയാന്റെ മരുന്ന് പൂർത്തീകരിച്ച് കാണുമോ? അങ്ങനത്തെ ചോദ്യം ഓഡിയൻസിന്റെ ഇടയിലേക്ക് വരുമ്പോൾ ലവ് ജിയാൻ അയാളുടെ വലത് കൈ പാത്രത്തിന് നേരെ കൊണ്ടുവന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗത്തിന് കാണികൾ സാക്ഷിയാകുന്നത് അപ്പോഴാണ്. ലവ് ജിയാന്റെ വലത് കൈയിൽ ഒരു തിളക്കം. ശരിക്കും ആ തിളക്കം കട്ടികൂടി വന്ന് ഒരു വലിയ പ്രകാശമായി മാറി. ആ പ്രകാശം പെട്ടെന്നാണ് ഒരു തീജ്വാലയായി മാറുന്നത്. ആ തീജ്വാല ആ മരുന്ന് പാത്രത്തിനകത്തേക്ക് ലവ് ജിയാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അവന്റെ തീജ്വാല ഏതാണ്ട് ചുവപ്പ് നിറത്തിലുള്ള തീജ്വാലയാണ്. ആ ചുവന്ന തീയാണ് ഇപ്പോൾ ആ മരുന്നിന്റെ മുകളിലേക്ക് വീഴുന്നത്. ശരിക്കും അവന്റെ കയ്യിലെ ആ ചുവന്ന പ്രകാശം വല്ലാത്തൊരു അമ്പരപ്പാണ് ആളുകൾ ഉണ്ടാക്കിയത്. ആ ചുവന്ന പ്രകാശം അവന്റെ കയ്യിലേക്ക് വരുന്നത് കണ്ടതും ഡോക്ടർ സഹീർ ഉറക്കെ ഓഡിയൻസിനോടായി പറഞ്ഞു, ഇത് സ്പിരിച്വൽ എനർജിയാണ്. കേൾക്കേണ്ട താമസം ഓഡിയൻസിൽ നിന്ന് അതിന്റെ കമന്റ് ഉണ്ടായി. സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഫ്ലെയിം ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത കഴിവാണ്. അപൂർവം ആളുകൾക്ക് ആ കഴിവുള്ളൂ. ഡോക്ടർ സഹീർ ശരിക്കും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഡോക്ടറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്ന ഡോക്ടർ സഹീർ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇതുവരെയായിട്ടും സ്പിരിച്വൽ ഫ്ലെയിം ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ആ ജഡ്ജിങ് കമ്മിറ്റി ഇരിക്കുന്ന സകലരുടെ അവസ്ഥ. അവിടെയാണ് ഈ ചെറുപ്പക്കാരൻ ലവ് ജിയാൻ ഇതാ സ്വന്തം ശരീരത്തിലെ ഊർജ്ജം ഉപയോഗിച്ച് ഒരു തീ രൂപീകരിച്ചിരിക്കുന്നത്. ആ തീ അവന്റെ വിജയസാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ സഹീർ പറഞ്ഞു, ഇനിയിപ്പോ മത്സരത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലവ് ജിയാനെ പരാജയപ്പെടുത്താൻ അവിടെ ആ കൂടെ മത്സരിക്കുന്ന 4 പേർക്കും കഴിയില്ല എന്ന ഒരു വാചകമാണ് ഡോക്ടർ സഹീർ പറയാതെ പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവന്റെ ബക്കറ്റിനകത്തെ സാധനം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ബക്കറ്റ് സുതാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ബക്കറ്റിനകത്തുള്ള സാധനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ആർക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും കുറേയേറെ മെഡിസിനൽ പ്ലാന്റ്സ് ഒന്നിച്ച് ആ ബക്കറ്റിൽ എടുത്തിട്ടിരിക്കുകയാണെന്നും അതിൽ വെള്ളമൊഴിച്ച് ചൂടാക്കുകയാണെന്നുള്ള കാര്യം മാത്രം എല്ലാവർക്കും അറിയാം. മാർക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട്. സമയം അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 35 മിനിറ്റ് ആവും. എല്ലാ ആളുകളുടെയും ശ്രദ്ധ ലവ് ജിയാന്റെ ആ ബൗളിലാണ്.
ആ ബൗളിനകത്തുള്ള സാധനത്തിലേക്ക് അവൻ്റെ കൈ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ കൈയിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം ആ ബൗളിനകത്തുള്ള സാധനങ്ങൾ വീഴുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ബൗളിനകത്തുള്ള ലിക്വിഡ് ആ തീജ്വാലയിൽ ശക്തമായി തിളക്കുകയാണ്. ആ തീജ്വാല സമർത്ഥമായി നിയന്ത്രിച്ചുകൊണ്ട് ലവ് ജിയാൻ ഒരു മാജിക്കാരനെ പോലെ ആ ബൗളിനകത്തുള്ള സാധനങ്ങൾ ഇടത് കൈകൊണ്ട് ഇളക്കുകയും ചെയ്യുന്നുണ്ട്. വലത് കൈകൊണ്ട് ആ ജ്വാലയും ഇടത് കൈകൊണ്ട് കയ്യിലെ ആ തവിയും നിയന്ത്രിക്കുന്ന ലവ് ജിയാൻ ഒരു നല്ല കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച കണ്ട ഡോക്ടർ സഹീർ അടുത്തിരിക്കുന്ന ആളുകളോട് പിന്നെയും പറയുകയാണ്, ഹീസ് മൈ സ്റ്റുഡൻറ്. സ്വന്തം വിദ്യാർത്ഥി സമൂഹത്തിൽ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളായി മാറുമ്പോൾ ഏതൊരു അധ്യാപകനും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ഇപ്പോൾ ഡോക്ടർ സഹീറിന്റെ മുഖത്ത് വളരെ വലുതായിട്ട് പ്രതിഫലിക്കുകയാണ്. ഡോക്ടർ സഹീർ അങ്ങനെ പറഞ്ഞതും ജഡ്ജിങ് കമ്മിറ്റിയിലെ ആളുകൾ ഡോക്ടർ സഹീറിനെ പുകഴ്ത്തി പറയുകയാണ്, ഡോക്ടർ സഹീർ നിങ്ങളുടെ അല്ലേ ശിഷ്യൻ, എങ്ങനെ പിന്നെ മോശമാകും? ഈ കമന്റിന് അനുകൂലമായി അനവധി കമന്റുകൾ പുറകിരിക്കുന്ന ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതെ, ലവ് ജിയാൻ ശരിക്കും ഒരു അസറ്റ് തന്നെയാണ്. സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒരു ഫ്ലെയിം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ സാധാരണഗതിയിൽ ബഹുമാനം പിടിച്ചു പറ്റുന്ന വ്യക്തി തന്നെയാണ്. ഈ സമയത്ത് ആൾക്കൂട്ടത്തിൽ ചിലർ ഒരു കമന്റ് പറയുന്നുണ്ട്, ആ വിടുവായൻ ആ ബക്കറ്റിലിട്ട് എന്താണോ ചെയ്യുന്നത്. മാർക്ക് ഫെല്ലറെ വിടുവായൻ എന്ന് പറഞ്ഞ് ഒരാൾ സംബോധന ചെയ്തപ്പോൾ ചില ആളുകൾ അത് കേട്ട് ചിരിച്ചു. ചിരിക്കുന്നവർ ഒരാൾ ഉറക്കെ പറയുകയും ചെയ്തു, ഇവൻ ആ സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കിയെന്ന് പറയുന്നത് വെറുതെയാകും. സോൾ നറിഷ്മെന്റ് പില്ല് ഇവൻ്റെതാകത്തില്ല. ഇവൻ മനഃപൂർവ്വം ആരെയോ പറ്റിച്ച് ആ ഗുളികയുടെ ഫോർമുല അടിച്ചു മാറ്റി നമ്മളെയൊക്കെ കബളിപ്പിച്ചതാണ്. ഒരു തട്ടിപ്പുകാരനാണ് മാർക്കെന്ന് അയാൾ പറയാതെ പറയുകയാണ്. പല ശൈലിയിലുള്ള കമന്റുകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷെ ഈ സമയത്തൊക്കെയും നിശബ്ദരായി ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന അനവധി ആളുകൾ അവിടെ ഉണ്ട്. പ്രമുഖരായ അനവധി വ്യക്തികൾ അവിടെ ഈ മത്സരം കാണാൻ എത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ പല ശൈലിയിലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അവന്റെ ബക്കറ്റിൽ കൊടുത്തിരുന്ന ആ സ്റ്റൗവിന്റെ തീ അങ്ങ് അണച്ചു. അത് കണ്ടതും ഡോക്ടർ സഹീർ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഹേയ് മാർക്ക്, സാമ്പാർ റെഡിയായോ? അയാളുടെ ആ കമന്റിന് ഒരു വല്ലാത്ത പൊട്ടിച്ചിരിയാണ് തുടർന്ന് ആളുകളുടെ ഇടയിൽ നിന്നുണ്ടായത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളെല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലിട്ട് തിളപ്പിക്കും പോലെ മാർക്ക് തിളപ്പിച്ചത് കണ്ടതുകൊണ്ടാണ് ആ ആൾക്കൂട്ടവും സഹീറും ഒക്കെ അങ്ങനെ ആർത്തിച്ചിരിക്കുന്നത്. സഹീറും ചിരിയിൽ പങ്കേരുന്നുണ്ട്. പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്ക് ഒരു തവിയെടുത്ത് ആ ബക്കറ്റിലെ സാധനം ആ ഫർണസിന് മുകളിലിരിക്കുന്ന ബൗളിലേക്ക് പതുക്കെ പകർന്നു തുടങ്ങി. ഒരു പേസ്റ്റാണ് യഥാർത്ഥത്തിൽ മാർക്ക് ആ ബക്കറ്റിൽ നിന്ന് ബൗളിലേക്ക് മാറ്റുന്നത്. കൊള്ളാലോ, ഇവന് സാമ്പാർ മാത്രമല്ല അവിയലും ഉണ്ടാക്കാൻ അറിയാം. കമന്റ് അതിവേഗം വരികയാണ്. മാർക്ക് ഫെല്ലർ ആ പച്ചക്കറികളും വെള്ളവും കുറുക്കിയെടുത്ത് ഒരു അലുവ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആളുകൾക്ക് വ്യക്തമാവുന്നുണ്ട്. ആളുകൾ കൗതുകപൂർവ്വം ആ ബൗളിലേക്ക് തന്നെ നോക്കുകയാണ്. ഒരു കടും നിറത്തിലുള്ള ഒരു പേസ്റ്റാണ് ഇപ്പോൾ ആ ബൗളിനകത്തുള്ളത്. ആ ബൗള് സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ ബൗളിനകത്തുള്ള സാധനം ആളുകൾക്ക് കാണാൻ പറ്റും. മാർക്ക് ഫെല്ലർ ആ ബൗളിനകത്തേക്ക് ഒന്ന് നോക്കിയിട്ട് അവൻ്റെ വലം കൈ ഒന്ന് ഉയർത്തി. ലവ് ജിയാൻ വലത് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പോലെ മാർക്കും വലത് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കണ്ടതും ആളുകൾ ആർത്ത് ചിരിക്കാൻ തുടങ്ങി. ഓ, ഇവൻ വീണ്ടും നമ്മളെ ചിരിപ്പിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ആളുകൾ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ വലത് കൈയിൽ ഒരു പ്രകാശം ഉണ്ടായി. ശരിക്കും സ്പിരിച്വൽ എനർജി അവന്റെ കയ്യിലേക്ക് വന്നിട്ട് ആ പ്രകാശം ഒന്ന് കട്ടിപിടിച്ചിട്ട് ഒരു തീ ജ്വാലയായി താഴേക്ക് വരികയാണ്. ആ തീ ജ്വാലയുടെ നിറം നീലയാണ്, കടും നീല. കടും നീല നിറത്തിൽ ഒരു തീ ജ്വാല മാർക്കിന്റെ വലത് കൈയിൽ നിന്ന് താഴേക്ക് ആ ബൗളിനകത്തേക്ക് വരുന്ന കണ്ടതും ഡോക്ടർ സഹീർ അറിയാതെ പുറകോട്ട് മറിഞ്ഞുപോയി. അയാളും കസേരയും കൂടി ഒരു ശബ്ദത്തോടുകൂടി താഴേക്ക് വീണു. ശരിക്കും അയാൾ കണ്ട കാഴ്ച അയാൾ ഞെട്ടിച്ചത് കൊണ്ടാണ് അയാൾ താഴേക്ക് വീണത്. ഇതേ അമ്പരപ്പ് മാർക്കിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ലവ് ജിയാനുമുണ്ട്. അവൻ ആകെ വിറയ്ക്കുകയാണ്. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച വളരെ അടുത്ത് അവൻ കാണുകയാണ്. മാർക്ക് ഫെല്ലറുടെ വലത് കൈയിൽ നിന്ന് കടും നീല നിറത്തുള്ള പ്രകാശം ആ ബൗളിനകത്തുള്ള പേസ്റ്റിലേക്ക് വീഴുകയാണ്. ആ പേസ്റ്റിലേക്ക് മാർക്ക് ഇടത് കൈയിലുള്ള ആ തവി കൊണ്ടുവന്നു. ശരിക്കും ആ പേസ്റ്റിൽ മാർക്ക് ഇടത് കൈ കൊണ്ട് ഇളക്കുന്നുണ്ട്.
ഇടത് കൈ കൊണ്ട് മാർക്ക് ആ പേസ്റ്റ് ഇളക്കി തുടങ്ങി. വലത് കൈയിലെ ആ ബ്ലൂ പ്രകാശം ആ പേസ്റ്റിൽ വീഴുമ്പോൾ ആ പേസ്റ്റ് വെട്ടിത്തിളങ്ങി തുടങ്ങി. ശ്വാസം നിലച്ചു പോകുന്ന ഒരു രംഗമാണ് ആളുകൾ പലരും കാണുന്നത്. ഈ സ്പിരിച്വൽ എനർജിയെ കുറിച്ച് അറിയാവുന്ന ആരൊക്കെയോ ഓഡിയൻസിന്റെ ഇടയിലുണ്ട്. ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ, ഇത് സ്പിരിച്വൽ എനർജിയിലെ 2ാം സ്ഥാനക്കാരനാണ്. നിങ്ങൾക്കറിയത്തില്ലേ, സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് 7 നിറങ്ങളിൽ ഫ്ലെയിം ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ശക്തമായ ഫ്ലെയിം പർപ്പിൾ കളറാണ്. അത് കഴിഞ്ഞാൽ കടും നീലയാണ്. ആ കടും നീലയാണ് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കടും നീല കഴിഞ്ഞാൽ കുറച്ചുകൂടി ശക്തി കുറഞ്ഞത് ഇളം നീലയാണ്. ഇളം നീല കഴിഞ്ഞാൽ പച്ച നിറമാണ്. പച്ച കഴിഞ്ഞാൽ മഞ്ഞ. മഞ്ഞ കഴിഞ്ഞാൽ ഓറഞ്ച്. ഓറഞ്ച് കഴിഞ്ഞാൽ ചുവപ്പ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്നത് ചുവപ്പ് നിറത്തിലെ ഒരു ഫ്ലെയിമാണ്. ആ ഫ്ലെയിമാണ് ലവ് ജിയാൻ ഉണ്ടാക്കിയത്. ലവ് ജിയാനേക്കാൾ 6 സ്റ്റെപ്പ് മുകളിലാണ് മാർക്ക് ഫെല്ലർ എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഈ സമയം കൊണ്ട് താഴ്ന്ന് എണീറ്റ് കസേരയിലേക്ക് ഇരുന്ന് കഴിഞ്ഞ ഡോക്ടർ സഹീർ ഉറക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തുകയാണ്. ഈ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒരു കാര്യം റിഫൈൻ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധ വേണം. വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്ടർ സഹീർ പറഞ്ഞത്. സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒരു കാര്യം റിഫൈൻ ചെയ്തെടുക്കാൻ നല്ല ശ്രദ്ധ വേണം. ആ സ്റ്റേറ്റ്മെന്റ് ലവ് ജിയാന്റെ മനസ്സിൽ ശരിക്കും അങ്ങോട്ട് കയറി. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. സകല ആളുകളുടെയും ശ്രദ്ധ ഇപ്പോ മാർക്ക് ഫെല്ലറുടെ വലത് കൈയിലും ഇടത് കൈയിലുമാണ്. മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു മാന്ത്രികനെ പോലെ ആ വലത് കൈ ബൗളിന് മുകളിൽ പിടിച്ച് ഇടത് കൈ കൊണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആ ബൗളിനകത്തുള്ള ആ പേസ്റ്റിൽ രൂപമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ലവ് ജിയാന്റെ ഇടതു ഭാഗത്തുള്ള ആ 3 ചെറുപ്പക്കാർ അവരുടെ ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലവ് ജിയാന്റെ മരുന്ന് നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ലവ് ജിയാനായാലും മറ്റാളുകളായാലും പുറകോട്ടൊക്കെ നീങ്ങി ചില സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ സാധനം എടുക്കാൻ എന്ന രീതിയിൽ ലവ് ജിയാൻ അയാളുടെ മേശയുടെ പുറകിൽ നിന്ന് വലതു ഭാഗത്തേക്ക് നീങ്ങി. എന്ന് പറയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ടേബിളിന്റെ പുറകിലേക്കാണ് അയാൾ നീങ്ങിയത്. സാധനം എടുക്കാനായി സൈഡിലേക്ക് പോയ അയാൾ അവിടെ നിന്ന് ഒരു തവിയും എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ ഇടി മുട്ടുകൊണ്ട് മാർക്കിന്റെ മുതുകിൽ അയാൾ ആഞ്ഞിടിക്കുകയായിരുന്നു. ആഞ്ഞിടിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ലവ് ജിയാൻ അയാളുടെ സീറ്റിലേക്ക് വന്നു. ശരിക്കും അതിശക്തമായി മാർക്ക് ഫെല്ലറെ ആഞ്ഞിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറുടെ കോൺസെൻട്രേഷൻ നഷ്ടമാകുമെന്ന് ലവ് ജിയാൻ അറിയാം. അവൻ സന്തോഷത്തോടുകൂടി അവന്റെ സീറ്റിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു മാറ്റവുമില്ല. മാർക്ക് ഫെല്ലറുടെ വലത് കൈയിൽ നിന്ന് അപ്പോഴും ശക്തമായ ആ കടും നീല നിറത്തിലെ ഫ്ലെയിം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് കൈ കൊണ്ട് അവൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിയാൻ ജഡ്ജിംഗ് കമ്മിറ്റിയുടെ തലവനായിരിക്കുന്ന ഡോക്ടർ സഹീറിനെ നോക്കി. അവിടെ കണ്ണുകൾ ഒന്ന് ഇടഞ്ഞു. ലവ് ജിയാൻ അവന്റെ മേശപ്പുറത്തിരിക്കുന്ന 1-2 പാത്രങ്ങളുമായി അവിടെ നിന്ന് നേരെ മാർക്കിന്റെ പുറകിൽ കൂടി മറുഭാഗത്തുള്ള ആ ചുവരിനടുത്തിരിക്കുന്ന ഷെൽഫിലേക്ക് ചെന്നു. അവിടെ പോയി ആ സാധനങ്ങൾ വെച്ചിട്ട് അവൻ എന്തോ ചില സാധനങ്ങളുമായി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് മാർക്കിന്റെ പുറകിൽ കൂടിയാണ്. മാർക്കിന്റെ പുറകിലേക്ക് കൂടെ വന്ന അവൻ ഒരൊറ്റ ഇടി ശരിക്കും അവന്റെ പൂർണ്ണ ശക്തിയും അവന്റെ ആ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് അവൻ മാർക്കിനെ ആഞ്ഞിടിക്കുന്നത്. ശക്തമായ ആ ഇടിയിൽ മാർക്ക് മുന്നോട്ട് വീഴേണ്ടതാണ്. ഇടിച്ചിട്ട് അതിവേഗം ലവ് അവന്റെ സീറ്റിലേക്ക് മടങ്ങുന്നുണ്ട്. സീറ്റിലേക്ക് മടങ്ങിയെത്തിയ അവൻ കൺകോണിലൂടെ മറുഭാഗത്ത് റിസൾട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കുലുക്കവുമില്ല. 2 തവണ അതിശക്തമായി ഇടിച്ചിട്ടും മാർക്ക് ഫെല്ലർ തന്നെ ആരും ഇടിച്ചതായി പരിഗണിക്കുക പോലും ചെയ്യാതെ ആ ഫ്ലെയിമും ആ കയ്യിലെ തവിയും ഒരേപോലെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുകയാണ്. ലവ് ജിയാൻ അയാളുടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം തീരാൻ ഇനി 7 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും അവന് ചെയ്തേ പറ്റൂ. ആ തോന്നലുണ്ടായതും ലവ് ജിയാൻ വീണ്ടും നടന്ന് ആ ഷെൽഫിലേക്ക് വന്നു. അവിടെയുള്ള 1-2 സാധനങ്ങളേക്ക് അവൻ ഒന്ന് പരതി നോക്കിയിട്ട് ഒരു സാധനവുമായി അവൻ വീണ്ടും പുറകിട്ട് വരികയാണ്. പുറകിലേക്ക് വന്ന അവൻ മാർക്കിന്റെ പുറകിലെത്തിയതും മാർക്കിന്റെ തല ലക്ഷ്യമാക്കി ഒരൊറ്റയാടി. മാർക്കിന്റെ തലയുടെ പുറകുവശത്ത് ആഞ്ഞടിക്കുകയാണ് യഥാർത്ഥത്തിൽ ലവ് ജിയാൻ ചെയ്തത്. മാർക്കിന്റെ തലയിലേക്ക് അവൻ ആഞ്ഞടിച്ച ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടത് കൈ ശരിക്കും ഇടത്തോട്ടൊന്ന് ചലിച്ചു. മാർക്കിന്റെ പുറത്ത് ലവ് ജിയാന്റെ അടി വീഴുന്നതിന് തൊട്ട് മുമ്പ് മാർക്കിന്റെ ആ ഇടത് കൈ ലവിന്റെ മുഖത്ത് കയറി ഇടിച്ചിരുന്നു. ശരിക്കും ശക്തമായി ഇടതുവശത്തേക്ക് മാർക്ക് കൈവീശിയതും ആ ഇടിയേറ്റ് ലവ് തെറിച്ച് ദൂരേക്ക് വീണു. ലവ് തെറിച്ച് ദൂരേക്ക് വീണ കാഴ്ച കണ്ടതും
ഡോക്ടർ സഹീർ ചാടി എണീറ്റു. ഏയ് മാർക്ക് ഫെല്ലർ, നീ കൂടുതൽ ഒരാളെ ആക്രമിച്ചിരിക്കുകയാണ്. നിന്നെ ഈ മത്സരത്തിൽ നിന്ന് ഞാൻ ഇതാ പുറത്താക്കുന്നു. ഡോക്ടർ സഹീർ മാർക്ക് ഫെല്ലറെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണെന്ന് ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. പക്ഷേ ഡോക്ടർ സഹീർ അങ്ങനെ ഉറക്കെ പറഞ്ഞതും ജനക്കൂട്ടവും ചാടി എണീറ്റു. അവർ സഹീറിനെ നോക്കി ആക്രോശിക്കുകയാണ്. പ്രസിഡന്റ്, നിങ്ങൾക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാനുള്ള വെന്യൂ ആണെന്ന് കരുതിയോ? നിങ്ങളുടെ ശിഷ്യൻ മാർക്കിനെ 2 തവണ ആക്രമിച്ചപ്പോഴും നിങ്ങൾ അത് കണ്ടില്ല എന്ന് വെച്ചു. ഇപ്പോ മാർക്ക് തിരിച്ചടിച്ചപ്പോ നിങ്ങൾ മാർക്കിനെതിരെ നടപടിയെടുക്കുന്നത് ശരിയായ പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അനുവദിക്കാനാവില്ല. ജനത്തിന്റെ സൈക്കോളജി ഒരു വല്ലാത്ത സൈക്കോളജിയാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളെ തികച്ചും മാന്യമല്ലാത്ത രീതിയിൽ ശക്തരായ ആളുകൾ ആക്രമിച്ച് തോൽപ്പിക്കുന്നത് കാണുമ്പോൾ ചില സമയത്ത് ഈ ആൾക്കൂട്ടം ഒന്നാകും. അത്തരം ഒരു ടൈമാണ് ഉണ്ടായിരിക്കുന്നത്. ആൾക്കൂട്ടം പല ശൈലിയിൽ ഡോക്ടർ സഹീറിനെതിരെ പൊട്ടിത്തെറിച്ചപ്പോൾ ലവ് ജിയാൻ ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, പ്രസിഡന്റ് സാരമില്ല, ബ്ലൂ ഫ്ലെയിം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ലവ് ജിയാൻ പറഞ്ഞതും ഡോക്ടർ സഹീറിന് ഒരു ആശ്വാസമായി. കാരണം അയാൾക്കും അതറിയാം. അയാൾ മാർക്കിന് മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെയും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ നിന്ന് ഒരു മരുന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ സഹീറിന് 100% ഉറപ്പാണ്. സഹീറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. സഹീർ സീറ്റിലോട്ടിരുന്നു. അയാൾ ഉറക്കെ പറഞ്ഞു, ഓക്കെ, ഓഡിയൻസിന്റെ ആവശ്യപ്രകാരം മാർക്കിനെ ഞാൻ മത്സരത്തിൽ നിലനിർത്തുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനെ നോക്കി മാർക്കിനോടായി പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, സത്യത്തിൽ നിന്നെ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ നീ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം നിന്നെ ഒഴിവാക്കുന്നില്ല. മാർക്ക് ഫെല്ലർക്ക് ലഭിച്ചിരിക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളിൽ നിന്ന് മാർക്കിന് ഒരിക്കലും നല്ലൊരു മരുന്നുണ്ടാക്കാൻ കഴിയില്ല എന്ന് സഹീറിന് ശരിക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മത്സരം അവസാനിച്ച നിമിഷത്തിൽ ഓരോ ആളിന്റെയും മരുന്ന് പരിശോധിക്കാനായി ജഡ്ജിംഗ് കമ്മിറ്റി സ്റ്റേജിലേക്ക് കയറി. ജഡ്ജിംഗ് കമ്മിറ്റി ആദ്യത്തെ 3 പേരുടെയും മരുന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിന് അതിൻ്റെതായ മാർക്ക് വിട്ടു. അതിനുശേഷം അവരെത്തിയത് ലവ് ജിയാന്റെ അടുത്താണ്. ലവ് ജിയാനെ കണ്ടപ്പോൾ തന്നെ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു പുഞ്ചിരിയുണ്ട്. ജഡ്ജിംഗ് കമ്മിറ്റിയിലെ ഒരാൾ ഉറക്കെ പറയുകയും ചെയ്തു, അല്ല ഇനിയിപ്പോ കൂടുതൽ നോക്കാനൊന്നുമില്ല, വിജയ് ലവ് ജിയാനാണല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞതും സഹീർ ഒന്ന് ചിരിച്ചു. ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ലവ് ജിയാന്റെ ബൗളിനകത്തുനിന്ന് ലവ് ജിയാൻ എടുത്തു കൊടുത്ത ആ മരുന്ന് നോക്കി. ചുവപ്പ് നിറത്തിലുള്ള ഒരു ഗുളികയാണ് ലവ് ജിയാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയുകയും വേണം. ലവ് ജിയാൻ അവന്റെ മരുന്നിന്റെ പ്രത്യേകതകൾ ജഡ്ജിംഗ് കമ്മിറ്റിയോട് പറഞ്ഞു. ഇത് ഡ്രാഗൺ പില്ലാണ്. ശരിക്കും ഒട്ടുമുക്കാൽ അസുഖങ്ങൾക്കും ചികിത്സയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഡ്രാഗൺ പിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ശരിക്കും ഒരു നിലവാരമുള്ള മരുന്നാണ് ലവ് ജിയാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ പരിശോധിച്ച 3 മത്സരാർത്ഥികളുടെ മരുന്നിനേക്കാൾ കപ്പാസിറ്റി കൂടിയ ഡ്രാഗൺ പില്ലാണ് ലവ് ജിയാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടതും ഡോക്ടർ സഹീർ ഉറക്കെ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ വാചകമടിക്കാരന്മാരും യഥാർത്ഥ ആളുകളും തമ്മിലുള്ള വ്യത്യാസം? മാർക്ക് ഫെല്ലറെ ഉദ്ദേശിച്ചുകൊണ്ട് ഡോക്ടർ സഹീർ ആ വാചകം പറയുമ്പോൾ മാർക്ക് ഫെല്ലർ നിശബ്ദനായി അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ഡോക്ടർ സഹീർ ഉറക്കെ പറഞ്ഞു, ഇപ്പോ ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് കരുതുന്നു. വിജയെ ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിന്റെ വിജയി ലവ് ജിയാനാണ്. അങ്ങനെ ഡോക്ടർ സഹീർ പറഞ്ഞതും ആളുകൾ ഉറക്കെ ചോദിച്ചു, ഏയ് പ്രസിഡന്റ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇനി ഒരു മത്സരാർത്ഥിയുടെ കൂടെ മരുന്ന് നോക്കാനില്ലേ? അതുകൂടെ നോക്കിയിട്ട് പോരെ ഈ പറച്ചിൽ? ഓ, അതിന്റെ എന്താ ആവശ്യമില്ല. മാർക്കിന് മരുന്നുണ്ടാക്കാനൊന്നും അറിയത്തില്ല. നിങ്ങൾ കണ്ടതല്ലേ ബക്കറ്റിലിട്ട് തിളപ്പിക്കുന്നത്? അങ്ങനെ ഡോക്ടർ സഹീർ പറഞ്ഞതും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറക്കെ പറഞ്ഞു, ഡോക്ടർ സഹീർ, നിങ്ങളുടെ ഈ ശൈലി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 5 പാർട്ടിസിപ്പൻസിനെയും ഒരുപോലെ പരിശോധിക്കാൻ ജഡ്ജിംഗ് കമ്മിറ്റി ബാധ്യസ്ഥരാണ്. നിങ്ങൾ സ്വയം തീരുമാനിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ആ ആൾ ഉറക്കെ പറഞ്ഞപ്പോൾ ആൾക്കൂട്ടം ആ അഭിപ്രായത്തോടെ യോജിക്കുകയാണ്. അതിന് ലഭിച്ച കൈയടി അതിന്റെ ഒരു സൂചനയാണ്. ആൾക്കൂട്ടത്തിന്റെ പൾസ് തനിക്ക് എതിരാണെന്ന് മനസ്സിലാക്കിയ സഹീർ ജഡ്ജിംഗ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഓക്കെ, അതോടൊപ്പം നോക്കിക്ക്. അങ്ങനെ അവർ മാർക്കിന്റെ മുന്നിലെത്തുമ്പോൾ മാർക്കിന്റെ ബൗളിനകത്ത് കുറച്ച് ഗുളികൾ കിടക്കുന്നത് കാണാം. കൃത്യമായി പറഞ്ഞാൽ 8 ഗുളികളുണ്ട്. ഏതാണ്ട് കറുത്ത നിറത്തിലുള്ള ആ 8 ഗുളികളെയും കണ്ട സഹീർ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഏയ് മാർക്ക്, നീ ഇതെന്തോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന? ഇത് കണ്ട ആട്ടിന്റെ കാഷ്ടം പോലെ ഉണ്ടല്ലോ. ശരിക്കും ആട്ടിന്റെ കാഷ്ടം പോലെ ഉള്ള ഗുളികളാണ് മാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ഓഡിയൻസ് നോക്കി ഡോക്ടർ സഹീർ
ഓഡിയൻസിനോടായി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവന് മരുന്നുണ്ടാക്കാൻ അറിയില്ലെന്ന്. ഇവൻ എന്തോ സാധനങ്ങൾ കെട്ടിപ്പറക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ലവ് ജിയാന്റെ അടുത്തേക്ക് നീങ്ങി ഉറക്കെ പറയുകയാണ്, ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു, ഇന്നത്തെ വിജയി ലവ് ജിയാനാണ്. അങ്ങനെ സഹീർ പറഞ്ഞതും ഉറക്കെ ഒരു ശബ്ദം, ഹലോ ഡോക്ടർ സഹീർ. അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കി. ശബ്ദം മാർക്കിന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞ സഹീർ മാർക്കിനോട് ചോദിച്ചു, ഏയ് ഇതിനകത്ത് എന്ത് നോക്കാതിരിക്കുന്നത്? ഈ ആഡിന്റെ കാഷ്ടമാണോ ഞാൻ നോക്കേണ്ടത്? നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കും മിസ്റ്റർ. വീണ്ടും മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആ ഗുളികകൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ഗുളികകളിലേക്ക് ആ ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങൾ സൂക്ഷിച്ചു നോക്കുന്ന കണ്ടതും മാർക്ക് പറഞ്ഞു, നിങ്ങൾ ആ ഗുളികകളൊന്ന് മാറ്റി നോക്കി. അത് കേട്ടതും ആ ജഡ്ജിംഗ് കമ്മിറ്റിയിലെ ഒരാൾ ഒരു സ്പൂണ് കൊണ്ട് ആ ഗുളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ആ 8 ഗുളികളും പതുക്കെ മാറുമ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ആ കമ്മിറ്റി അംഗങ്ങൾ കണ്ടു. ഗോൾഡൻ നിറത്തിലുള്ള ഒരു ഗുളിക ആ 8 ഗുളികളുടെ അടിയിലായി കിടക്കുകയാണ്. ആ ഗുളിക സ്പൂണിൽ എടുത്ത ആ ജഡ്ജിംഗ് കമ്മിറ്റി അംഗം ശരിക്കും അമ്പരപ്പോടെ ആ ഗുളിയിലേക്ക് നോക്കുകയാണ്. അയാൾക്ക് ആ ഗുളിയുടെ ഒരു ശക്തി ആ സ്പൂണിൽ ഇരിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ആ ഗുളിയിൽ നിന്ന് ഒരു സുവർണ പ്രകാശം ആ സ്പൂണിലേക്ക് വരികയാണ്. സുവർണ പ്രകാശത്തോടെ ജ്വലിക്കുന്ന ഒരു ഗുളിക, അതാണ് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏയ് എന്താ ഈ ഗുളിക? ഇത് 9 ഡ്രാഗൺ പില്ലാണ്. 9 ഡ്രാഗൺ പില്ലോ. നേരത്തെ ലവ് ജിയാൻ ഉണ്ടാക്കിയത് ഡ്രാഗൺ പില്ലാണ്. മാർക്ക് ഉണ്ടാക്കിയെന്ന് പറയുന്നത് 9 ഡ്രാഗൺ പില്ലാണ്. 9 ഡ്രാഗൺ പില്ലോ, അങ്ങനെ ഒരു പില്ലൊന്നുമില്ല. ഡോക്ടർ സഹീർ ഉറക്കെ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, നോക്ക് ഡോക്ടർ സഹീർ, അറിവില്ലായ്മ ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ ഈ ട്രഡീഷണൽ മെഡിസിനൽ കോൺഫറൻസിന്റെ തലവനായിരുന്നുകൊണ്ട് അറിവില്ലായ്മ കാണിക്കുന്നത് ശരിയല്ല. മാർക്ക് വളരെ ഷാർപ്പായിട്ടാണ് ആ വാചകം പറഞ്ഞത്. താങ്കളെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ കോൺഫറൻസിന്റെ തലപ്പ് തിരിക്കുന്നത് നല്ല പ്രവണതയുമല്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഓഡിയൻസിനോടായി പറഞ്ഞു, ഇത് 9 ഡ്രാഗൺ പിൽ. ഈ ഗുളിക ഒരു നേരം കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള മുഴുവൻ മുറിവുകളും മാറും. കാലങ്ങളായി മാറാതെ കിടക്കുന്ന അടയാളങ്ങളുണ്ടെങ്കിൽ അതും ആ നിമിഷം അപ്രത്യക്ഷമാകും. ഈ പില്ലുണ്ടാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് മാത്രം. 9 ഡ്രാഗൺ പില്ലിനെ കുറിച്ച് വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ചിലർ ആ ആൾക്കൂട്ടത്തിനിടയിലുണ്ട്. അവർ ഉറക്കെ പറഞ്ഞു, അതെ അതെ, ഈ 9 ഡ്രാഗൺ പില്ലിന്റെ ഗുണങ്ങളാണ് മാർക്ക് ഫെല്ലർ പറഞ്ഞത്. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, താങ്കൾ ഒരു ജീനിയസ് തന്നെയാണ്. വിടുവായൻ എന്ന വാക്കിൽ നിന്ന് മിസ്റ്റർ മാർക്ക് ഫെല്ലറിലേക്കും ആളുകളുടെ സംബോധന മാറുകയാണ്. 9 ഡ്രാഗൺ പിൽ പോലെ ഒരു ഗുളിക സാധാരണഗതിയിൽ ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ആ ഗുളികയുടെ ഇൻഗ്രീഡിയൻസും അത് ഉണ്ടാക്കുന്ന രീതിയും വളരെ വളരെ രഹസ്യമാണ്. വളരെ അപൂർവം ആളുകൾക്കും കുടുംബങ്ങൾക്കും മാത്രമാണ് ആ ഗുളികയുടെ ഉൽപാദന രീതി അറിയാവുന്നത്. മാർക്ക് അതിവിടെ പരസ്യമായി അവതരിപ്പിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം വല്ലാത്തൊരു അവിശ്വസനീയതയോടെയാണ് ആ കാര്യം കണ്ടത്. ഒരാൾ ഉറക്കെ പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ആ ഗുളിക എനിക്ക് തരുമോ? നിങ്ങൾ പറയുന്ന പണം ഞാൻ തരാം. കേൾക്കേണ്ട താമസം മറ്റൊരാളും ചാടി എണീറ്റു. ഏയ് മാർക്ക്, എനിക്ക് വേണമെന്നത്, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഗുളിക വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനവധി ആളുകളാണ് തുറന്ന് ചാടി എണീറ്റത്. ശരിക്കും ആ ഗുളികയ്ക്ക് വേണ്ടി ഒരു മത്സരം തന്നെ അവിടെ ഉണ്ടെന്ന് അർത്ഥം. അത് കണ്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇത്രയും പേർ താല്പര്യം കാണിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഗുളികയ്ക്ക് വേണ്ടി ഒരു ലേലം ഉടൻ നടത്താം. ലേലത്തിൽ വിജയിക്കുന്ന ആള് ആ ഗുളിക സ്വന്തമാക്കിക്കോളൂ. സാധാരണഗതിയിൽ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ലേലം വിളിച്ചെടുക്കുന്ന ഒരു പതിവുള്ളത് കൊണ്ട് ആൾക്കൂട്ടം ആ നിർദ്ദേശത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയായിരുന്നു. ആൾക്കൂട്ടത്തിനെ മാർക്ക് കയ്യിലെടുക്കുന്ന കണ്ടതും ഡോക്ടർ സഹീർ പറഞ്ഞു, ഏയ് 9 ഗോൾഡൻ പിൽ അതൊന്നും ശരിയായ പില്ലൊന്നുമല്ല. എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് അത് 9 ഗോൾഡൻ പില്ലാണെന്നൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഇത് തട്ടിപ്പാണ്. ഈ മാർക്ക് ഫെല്ലർ ഒരു തട്ടിപ്പുകാരനാണ്. ഇവൻ പറയുന്നൊന്നും കേൾക്കണ്ട. ഞാൻ ഈ മെഡിസിനൽ കോൺഫറൻസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, ഇന്നത്തെ വിജയി ലവ് ജിയാനാണ്. ഡോക്ടർ സഹീർ അങ്ങനെ പറഞ്ഞതും ലവ് ജിയാൻ ഉറക്കെ പറഞ്ഞു, നോ 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 പ്രസിഡന്റ്, ആ പറയുന്നത് തെറ്റാണ്. ഇന്നത്തെ വിജയി മാർക്ക് ഫെല്ലർ തന്നെയാണ്. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ലവ് ജിയാൻ അയാളുടെ പരാജയം ഉറപ്പിച്ച് പബ്ലിക്കായി അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ സഹീർ ഒന്ന് വിളറി. പക്ഷെ അത് ഒരു നിമിഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഉറക്കെ പറഞ്ഞു, നോക്കേ ലവ് ജിയാൻ, സ്വയം പിന്മാറിയാലും എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല.
ഇന്നത്തെ വിജയി ലവ് ജിയാൻ തന്നെയാണ്. വീണ്ടും സഹീർ അങ്ങനെ പറഞ്ഞതും വളരെ മുഴക്കമുള്ള ഒരു ശബ്ദം ഓഡിയൻസിന്റെ പുറകുവശത്ത് നിന്ന് കേട്ടു. മിസ്റ്റർ സഹീർ, അങ്ങനെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? വളരെ മുഴക്കമുള്ള ശബ്ദം ഓഡിയൻസിന്റെ പുറകെ നിന്ന് കേട്ട നിമിഷത്തിൽ തന്നെ ഓഡിയൻസ് തിരിഞ്ഞു നോക്കുകയാണ്. ആ നിമിഷത്തിൽ സിവിൽ ഡ്രസ്ധാരിയായ ഒരു വ്യക്തി മുന്നോട്ട് നടന്നു തുടങ്ങി. അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ രണ്ടാളുകളുടെ ഉണ്ട്. ആ രണ്ടുപേർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ പുറകെ ഒരു 4 പേർ. ആ ടീം നടന്ന് സ്റ്റേജിനടുത്തേക്ക് വരുമ്പോൾ അത് ഏകദേശം 12 ആളുകളുള്ള ഒരു ടീമായി മാറി. ആ ടീമിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആള് അവിടെ എത്തുമ്പോഴേക്കും അയാളുടെ പോക്കറ്റിൽ നിന്ന് ID കാർഡ് പുറത്തെടുത്തു. ആ വ്യക്തിയുടെ കയ്യിൽ മാത്രമല്ല, പുറകെ നിൽക്കുന്ന എല്ലാവരുടെ കയ്യിലും ID കാർഡുണ്ട്. അവർ രാജ്യ തലസ്ഥാനമായ ന്യൂ സെലസ്റ്റിൽ നിന്ന് വരുന്നവരാണ്. മെഡിക്കൽ അസോസിയേഷന്റെ തലപ്പത്തുള്ള ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആ വ്യക്തി ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ സഹീർ, നിങ്ങൾ ഈ ചിൽഷെയർ പ്രൊവിൻസിന്റെ തലപ്പത്തിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങൾ ഈ ട്രഡീഷണൽ മെഡിസിൻ മേഖലയെ വല്ലാതെ ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ള ഉത്തരവ് ഇതാ നിങ്ങൾക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കവറ് ഡോക്ടർ സഹീറിന്റെ കയ്യിലേക്ക് കൊടുത്തു. അമൃതമായ ഡോക്ടർ സഹീർ ആ കവറിൽ നിന്നുള്ള ഒരു പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ അതിൽ കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. തലസ്ഥാനത്ത് നിന്ന് പ്രത്യേക ദൂതൻ വശം മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉത്തരവ് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ചിൽഷെയർ ഒരു ചെറിയ പ്രോവിൻസാണ്. വലിയ സ്റ്റേറ്റുകൾ ഒരുപാടുള്ള റിപ്പബ്ലിക് ഓഫ് പൈറോയിൽ ഒരു ചെറിയ സ്റ്റേറ്റിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു സംഭവമാണ്. ആ അസോസിയേഷന്റെ പൈറോ പ്രസിഡന്റാണ് ഇപ്പോ ചിൽഷെയറിലെ പ്രസിഡന്റിന്റെ മുകളിൽ ആക്ഷൻ എടുത്തിരിക്കുന്നത്. ഡോക്ടർ സഹീറിനെ ആ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഉത്തരവാണ് ഡോക്ടർ സഹീറിന്റെ കൈവശം ഇരിക്കുന്നത്. അത് കണ്ടതും ഡോക്ടർ സഹീർ ഉറക്കെ ആ ആഗതനോട് ചോദിച്ചു, ഏയ് ഇത് ആരാ പറഞ്ഞത്? ആരാ എന്നെ മാറ്റിയത്? നോക്ക്, ഈ തീരുമാനം എടുത്തിരിക്കുന്നത് സെൻട്രൽ കൗൺസിലാണ്. സെൻട്രൽ കൗൺസിലിന്റെ ആ മീറ്റിംഗിന് അധ്യക്ഷം വഹിച്ചത് പ്രസിഡന്റ് തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡന്റ് നേരിട്ട് വിളിക്കാം. കേട്ട മാത്രയിൽ ഡോക്ടർ സഹീർ അയാളുടെ ഫോണിൽ നിന്ന് പൈറോയിലെ മെഡിക്കൽ അസോസിയേഷന്റെ തലവനെ വിളിച്ചു. ഫോൺ കണക്ട് ആയതും മറുഭാഗത്തുള്ള ആള് ഡോക്ടർ സഹീറിനോട് പറഞ്ഞു, ഡോക്ടർ സഹീർ, നിങ്ങളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യം ശരിയാണോ എന്ന് അറിയാനല്ലേ നിങ്ങൾ വിളിക്കുന്നത്? ഏയ് ഡോക്ടർ ഫൈൻ, നിങ്ങൾ എന്തായി പറഞ്ഞ? ഡോക്ടർ സഹീർ, നിങ്ങളെ കുറിച്ച് ഒരുപാട് പരാതികൾ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ലഭിച്ചു തുടങ്ങിയതല്ല. നിങ്ങൾ ഈ മേഖലയെ നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ദുർവിനിയോഗം ചെയ്തതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കുന്നത്. ഡോക്ടർ ഫൈൻ, സഹീർ പറഞ്ഞതനുസരിക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ഫൈൻ ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് ആ 10 ടീമിന്റെ പുറകിൽ നിന്ന് 2-3 പേര് കൂടി മുന്നോട്ട് വന്നു. സഹീറിന്റെ അടുത്തെത്തിയ അവർ സഹീറിനെ ഒരു ID കാർഡ് കാണിച്ചു. ആ ID കാർഡ് പൈറോയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചിൽഷെയറിലെ തലവന്റേതാണ്. അയാളും സിവിൽ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും വളരെ പ്ലാൻഡ് ആയിട്ടാണ് പലരും അവിടെ എത്തിയിരിക്കുന്നത് വ്യക്തം. പോലീസ് ചീഫിന്റെ ID കാർഡ് കണ്ട സഹീർ ശരിക്കും ഒന്നും നടുങ്ങി. സഹീർ എന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പ് പോലീസ് ചീഫ് അടുത്ത് നിൽക്കുന്ന സബോർഡിനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അയാൾ വന്ന് സഹീറിനെ പിടിച്ചു. സഹീറിനെ പിടിച്ചിട്ട് അയാൾ സഹീറിനോട് പറഞ്ഞു, മിസ്റ്റർ സഹീർ, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾക്കെതിരെ ക്രിമിനൽ ആയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിന്റെ പേരിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ സഹീറിനെ ആ ടീം അതിവേഗം അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ സഹീർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ആ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഇതാ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ സ്റ്റേജിൽ നിന്നിറങ്ങി താഴേക്ക് വന്നിരുന്നു. മാർക്കിനെ വളഞ്ഞ അസോസിയേഷൻ പ്രതിനിധികൾ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഒരു സന്തോഷ കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. എന്താ അത്? മിസ്റ്റർ മാർക്ക്, ഈ ചിൽഷെയറിലെ ട്രഡീഷണൽ മെഡിസിന്റെ അസോസിയേഷൻ പ്രസിഡന്റായി താങ്കളെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാനങ്ങനെ? മാർക്ക് ഫെല്ലർ, ഇത് തലസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന തീരുമാനമാണ്. ഇവിടെ ഈ ചിൽഷെയറിൽ ട്രഡീഷണൽ മെഡിസിൻ വളർത്താൻ അതിനോട് താല്പര്യമുള്ള, അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ താങ്കളെ ഈ അസോസിയേഷൻ പ്രസിഡന്റായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വാർത്ത ശരിക്കും ത്രില്ലടിപ്പിച്ചത് സാക്ഷാൽ ഫ്രെഡറിക് ലാങ്ങിനെയാണ്. ഫ്രെഡറിക് ലാങ് ശരിക്കും സന്തോഷത്തോടെ മാർക്കിന് നോക്കുമ്പോൾ മാർക്ക് ആ അസോസിയേഷൻ പ്രതിനിധിയോട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, എനിക്ക് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കാനൊന്നും പറ്റത്തില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണം. ഞാൻ പ്രസിഡന്റ് ആയാൽ ഉത്തരവാദിത്വം കൂടും. അതിനുവേണ്ടി കൊടുക്കാൻ എന്റെ കയ്യിൽ ഇപ്പൊ സമയമില്ല. നേരത്തെ മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ആളുകൾ മാർക്കിനെ
അവരുടെ പാർട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്ക് പറഞ്ഞ അതേ വാചകം മാർക്ക് ഇവിടെ ആ മെഡിക്കൽ അസോസിയേഷനോട് പറയുകയാണ്. മാർഷൽ ആർട്ടിസ്റ്റും ആൽക്കമിസ്റ്റും ഡോക്ടറുമായ മാർക്കിനെ മിലിറ്ററി ഡിസ്ട്രിക്റ്റുകാർ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്ക് എങ്ങനെ തടസ്സം പിടിച്ചു, അതുപോലെ തന്നെ മാർക്ക് ഇവിടെ അസോസിയേഷന് മുന്നിലും ഒരു തടസ്സം പിടിക്കുകയാണ്. മാർക്കിന്റെ ആ ഒഴിഞ്ഞു മാറ്റം കണ്ടപ്പോൾ ശരിക്കും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര അതിശയം. ചികിത്സയുള്ള അനവധി പ്രമുഖർ അവിടെയുണ്ട്. അവർ പലരും മാർക്കിന്റെ അടുത്തേക്ക് വന്ന് മാർക്കിനോട് പറഞ്ഞു, മിസ് മാർക്ക് ഫെല്ലർ, ഇത് ഒരു നിസ്സാര തസ്തികയല്ല. ട്രഡീഷണൽ മെഡിസിന്റെ ചികിത്സ മേഖല മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അസോസിയേഷൻ പ്രസിഡന്റാണ്. ഒരുപാട് അധികാരങ്ങളുള്ള പൊസിഷനാണ്. മാർക്ക്, നിങ്ങൾക്കത് ഗുണം ചെയ്യും. മാർക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ പലരും അങ്ങനെ പറയുന്നത്. ആളുകളൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടതും മാർക്ക് അസോസിയേഷൻ പ്രസിഡന്റിനോട് പറഞ്ഞു, ഞാനേ ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാം. മാർക്കും ഫെഡറിക്കും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്കൽ ലവ് ജിയാൻ നിപ്പുണ്ട്. ലവ് ജിയാന്റെ അടുത്തെത്തിയ മാർക്ക് ലവ് ജിയാനോട് പറഞ്ഞു, ഏയ് ലവ് ജിയാൻ, നിങ്ങൾ ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ്. ശരിക്കും നിങ്ങൾക്ക് വളരെ ഉയരത്തിലെത്താനുള്ള എല്ലാ കഴിവുമുണ്ട്. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത ഗുരു, അതാണ് പ്രശ്നം. ആ ഗുരുവാണ് നിന്റെ പരാജയത്തിന്റെ ബേസ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊപ്പം കൂടാം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ലവ് ജിയാൻ മാർക്കിനോട് പറഞ്ഞു, ഏഹേയ് മാർക്ക് ഫെല്ലർ, ഞാൻ ഇന്ന് പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ആ പരാജയം ഞാൻ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ എന്നും ഞാൻ അങ്ങനെ ആവത്തില്ല. മാർക്ക്, ഞാൻ നിന്നെ ഒരു തവണ തോൽപ്പിക്കും. അതിനുവേണ്ടി ഞാൻ ഈ നിമിഷം മുതൽ കഠിനമായി പരിശ്രമിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലവ് ജിയാൻ അതിവേഗം പുറത്തേക്ക് നീങ്ങി. ആ പോക്ക് നോക്കി നിന്ന ഫെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരാളുടെ ശിഷ്യൻ അയാളുടെ സ്വഭാവം കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവനിൽ ഇപ്പോഴും ആ അഹങ്കാരം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാർക്ക് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അവന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയാണ് അവനെ കൂടെ കൂട്ടാന്ന് കരുതിയത്. നല്ലൊരു ആൽക്കമിസ്റ്റിന് വേണ്ട എല്ലാ ഗുണങ്ങളും ആ ചെറുപ്പക്കാരനിൽ ഉണ്ട്. അവന് ആ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് സ്പിരിച്വൽ ഫ്ലെയിം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി വരെ ഉണ്ട്. അവനെ ഒന്ന് റിഫൈൻ ചെയ്താൽ അവൻ അടിപൊളിയായ ഒരു ആൽക്കമിസ്റ്റ് ആവും. അക്കാര്യത്തിൽ മാർക്കിന് വേറെ സംശയമൊന്നുമില്ല. മാർക്കും ലാങ്ങും ഹോട്ടൽ മടങ്ങിയെത്തുമ്പോൾ മാർക്ക് ലാങ്ങിനോട് പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് ഉറങ്ങുകയാണ്. ആരെങ്കിലും വന്നാൽ ഈ 9 ഡ്രാഗൺ പില്ലിന്റെ കാര്യം ഡോക്ടർ തന്നെ കൈകാര്യം ചെയ്യണം. എന്നെ എന്തായാലും വിളിക്കരുത്. നമുക്ക് ഈ 9 ഡ്രാഗൺ പില്ലിന് പകരമായി 100 വർഷം പഴക്കമുള്ള ഒരു മെഡിസിനൽ ഹെർബ് കിട്ടണം. നല്ല പഴക്കമുള്ള നല്ല ഗുണമേന്മയുള്ള ഒരു ഔഷധ സസ്യം കിട്ടിയാൽ അതിന് പകരമായി ആ 9 ഡ്രാഗൺ പിൽ കൊടുത്തോളാൻ മാർക്ക് പറഞ്ഞിട്ട് മാർക്ക് ഉറങ്ങാൻ കിടന്നു. ശരിക്കും കിടക്കയിലേക്ക് വീണ മാർക്ക് ആ നിമിഷത്തിൽ ഏതാണ്ട് അബോധാവസ്ഥയിലേക്ക് പോയെന്ന് പറയാം. മാർക്ക് ആ കിടക്കയിലേക്ക് വീണ ആ നിമിഷത്തിൽ അവിടെ ആ ചിൽച്ചൗണിലെ ഒരു വസതിയിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. അത് സാക്ഷാൽ മാസ്റ്റർ സാഖ്വയാണ്. അയാൾ മാർക്കിന് ഒരു ഔഷധ സസ്യം കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഡോക്ടർ സഹീർ അയാൾക്ക് കൊടുത്ത ഗാനോഡർമയാണ് അയാൾ മാർക്കിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. മാർക്കിന് കൊടുക്കാനുള്ള ആ ഗാനോഡർമ അയാൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാർക്ക് അയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കണം. അതാണ് അയാളുടെ മനസ്സിലിരിപ്പ്. അതേസമയം മറ്റു ചിന്തയും അയാളുടെ മനസ്സിലേക്കുണ്ട്. സത്യത്തിൽ മാർക്ക് തന്നെ പരാജയപ്പെടുത്തിയതാണോ അതോ അബദ്ധത്തിൽ അവൻ വിജയിച്ചതാണോ? ആ ഒരു ചിന്തയാണ് അയാളുടെ മനസ്സിനെ അലട്ടുന്നത്. അബദ്ധവശാൽ മാർക്ക് വിജയിച്ചതാകാനുള്ള സാധ്യതയും ഉണ്ട്. മാർക്ക് ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റർ ഹാൻഡ്സ് ആണ്. അയാളാണെങ്കിൽ അതിനും വളരെ മുകളിൽ നിൽക്കുന്ന പാസ്റ്റ് മാസ്റ്ററാണ്. പാസ്റ്റ് മാസ്റ്ററായ ഒരാളെ ഒരു മാസ്റ്റർ ഹാൻഡ്സുകാരൻ പരാജയപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ എന്നിട്ടും അയാൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് അയാൾക്കൊരു കൺഫ്യൂഷൻ. പരാജയം സമ്മതിച്ചുകൊണ്ട് ഗാനോഡർമ മാർക്കിന് കൊടുക്കണമോ വേണ്ടയോ, ആ ഒരു ചിന്ത അയാൾക്ക് രാവിലെ മുതലും ഉണ്ട്. സമയം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. വീട്ടിൽ മടങ്ങിയെത്തിയ മാർക്ക് ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. മാർക്കിന്റെ ബോഡിയിൽ ഒരു ക്ലോക്ക് ഫിറ്റ് ചെയ്ത പോലെയാണ് അയാൾ കണ്ണു തുറക്കുന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് സാക്ഷാൽ സാഹോ മാസ്റ്ററാണ്. സാഹോ മാസ്റ്റർ മാർക്കിന് കൊടുക്കാന്ന് പറഞ്ഞ ഗാനോഡർമയാണ് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. മാർക്കിന്റെ കയ്യിൽ ഇപ്പോ മെഡിക്കൽ അസോസിയേഷനിൽ നിന്ന് സമാനമായി കിട്ടിയ ആ ഗാനോഡർമയും ഉണ്ട്. മാർക്കിന് അസോസിയേഷനിൽ കിട്ടിയ ആ ഗാനോഡർമയുടെ ഒപ്പം
സാഹോ മാസ്റ്ററിൽ നിന്നുള്ള ആ ഗാനോഡർമയും കൂടെ വന്നാൽ അത് രണ്ടും റിഫൈൻ ചെയ്ത് ഒരു ഗുളിക ഉണ്ടാക്കിയാൽ ആ ഗുളിക മാർക്കിനെ സ്പിരിച്വലോജി എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് 1 നിന്ന് 2ലേക്കോ 3ലേക്കോ 4ലേക്കോ ഒക്കെ എത്തിക്കും. ശരിക്കും മാർക്കിന്റെ വളർച്ചയിൽ നിർണായകമായ ഒരു കാര്യമാണ് ഈ ഗാനോഡർമ. അതുകൊണ്ടാണ് മാർക്ക് കൃത്യമായി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. മാർക്ക് കണ്ണു തുറക്കുന്നതിനും ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് മാസ്റ്റർ സാഹോയുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന ആ ചെറുപ്പക്കാരൻ മാസ്റ്റർ സാഹോയോട് പറഞ്ഞു, മാസ്റ്റർ ഈ വാർത്ത കേട്ടായിരുന്നു? എന്തു വാർത്ത? മാസ്റ്റർ, ഇന്നൊരു സംഭവം ഉണ്ടായി. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ വീഡിയോ മാസ്റ്ററെ കാണിച്ചു. ട്രഡീഷണൽ മെഡിസിൻ കോൺഫറൻസിന്റെ മരുന്ന് നിർമ്മാണ കോമ്പറ്റീഷനാണ് ആ വീഡിയോയിലുള്ളത്. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മാർക്ക് ഫെല്ലർ വലത് കൈയിൽ നിന്ന് നീല നിറത്തുള്ള ഒരു ഫ്ലെയിം ഉൽപ്പാദിപ്പിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായി കാണാം. സ്വന്തം ശരീരത്തിലെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് തീ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഭൂമിയിൽ അപൂർവം ആളുകൾക്കേ ഉള്ളൂ എന്ന് സാഹോ മാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. ആ കാഴ്ച കണ്ട സാഹോ അറിയാതെ ചാടി എണീറ്റ് പോവുകയാണ്. ശരിക്കും അമ്പരപ്പോടുകൂടിയാണ് ആ വീഡിയോയുടെ ബാക്കി അയാൾ കാണുന്നത്. മാർക്കിന്റെ കയ്യിൽ നിന്നുള്ള ആ നീലപ്രകാശം ആ ബൗളിനകത്തേക്ക് അതിതീവ്രമായി ചെല്ലുന്നതും ആ ബൗളിനകത്ത് മരുന്ന് തിളയ്ക്കുന്നതൊക്കെ അയാൾക്ക് നന്നായി കാണാം. അമ്പരപ്പിക്കുന്ന ആ കാഴ്ച കണ്ടതും സാഹോ മാസ്റ്റർ ഉടൻ തന്നെ അയാൾ ശിഷ്യനോട് പറഞ്ഞു, ഇടാ ആ മരുന്നെടുക്ക്. ആ മരുന്നുമായി സാഹോ മാസ്റ്റർ മാർക്ക് ഫെല്ലർ താമസിക്കുന്ന ഹോട്ടലിൽ എത്തി. മാർക്കിനെ മുറിയുടെ അടുത്തെത്താറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന മാർക്ക് വാതിൽക്കലേക്ക് നോക്കുമ്പോൾ വാതിൽ വഴി സാഹോ മാസ്റ്റർ അകത്തേക്ക് വരികയാണ്. സാഹോ മാസ്റ്ററെ കണ്ട മാർക്ക് സാഹോ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്റർ എന്തായി രാത്രിയിൽ? ഏയ് മാർക്ക്, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നേ. ആ തിരക്ക് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഗാനോഡർമ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഗാനോഡർമ ആ ടേബിളിന്റെ മുകളിലേക്ക് വെച്ചു. ഗാനോഡർമ ടേബിളിന്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം സാഹോ മാസ്റ്റർ അധികം സംഭാഷണത്തിൽ നിൽക്കാതെ മാർക്കിനോട് യാത്ര പറഞ്ഞ് വേഗം അവിടുന്ന് പുറത്തിറങ്ങി. ശരിക്കും അയാളുടെ ആ പെരുമാറ്റത്തിൽ ഒരു ധൃതിയുണ്ട്. സാഹോ പുറത്തേക്ക് പോകുമ്പോൾ മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. മാർക്കിന് അറിയാം സാഹോ മാസ്റ്റർ യഥാർത്ഥത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അയാൾ അവിടേക്ക് വന്നതിന്റെ കാരണം ചിലപ്പോൾ ഇന്നത്തെ മത്സരമായിരിക്കും. മാർക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ അകത്തേക്ക് സാക്ഷാൽ ഫെഡറിക് കടന്നു വന്നു. ഫെഡറിക്കിനോടായി മാർക്ക് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഒന്നുകൂടി ഒന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഞാൻ ചിലപ്പോൾ കുറേ നേരം ഉറങ്ങിപ്പോയേക്കും, എന്നെ വിളിക്കണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ കിടന്ന മാർക്ക് ശരിക്കും മരിച്ചതുപോലെ ഉറങ്ങിയായിരുന്നു. ആ രാത്രിയും പിറ്റേന്ന് പകലും രാത്രിയും കഴിഞ്ഞ് അടുത്ത പകലായിട്ടും മാർക്ക് ഉണർന്നില്ല. ഭയന്നുപോയ ഫെഡറിക് മാർക്കിന്റെ അടുത്ത് വന്നിട്ട് മാർക്കിനെ മൂക്കിൽ നിന്ന് കൈവച്ച് നോക്കുകയാണ്. മാർക്കിന് ജീവനൊക്കെ ഉണ്ട്. ശരിക്കും ഈ ലോകത്തൊന്നും ഇല്ലാത്തതുപോലെ നല്ല ഉറക്കത്തിൽ മാർക്കിനെ പരിശോധിച്ച ഫെഡറിക് അവിടെ നിന്ന് ഫെഡറിക്കിന്റെ മുറിയിലേക്ക് വരുമ്പോൾ ഫെഡറിക്കിനെ കാണാനായി ഒരാളെത്തി. ഒരു ചെറുപ്പക്കാരൻ. അവൻ ഒരു ബോക്സുമായിട്ടാണ് വന്നത്. ആ ബോക്സ് അവൻ അവിടെയുള്ള മേശപ്പുറത്ത് വെച്ചു. ഇത് 100 വർഷം പഴക്കമുള്ള ഒരു ജിൻസിംഗ് ആണ്. എനിക്ക് നിങ്ങളുടെ കൈവശമുള്ള ആ 9 ഡ്രാഗൺ പില്ല് വേണം. 100 വർഷം പഴക്കമുള്ള ജിൻസിംഗ് കിട്ടിയാൽ ആ 9 ഡ്രാഗൺ പില്ല് കൊടുക്കാമെന്ന് നേരത്തെ മാർക്ക് ഫെഡറിക്കിനോട് പറഞ്ഞിരുന്നു. ജിൻസിംഗ് തന്നെ വേണമെന്നില്ല, 100 വർഷത്തിലേറെ പഴക്കമുള്ള ഏത് ഔഷധസ്യമാണെങ്കിലും മതി. പക്ഷെ ഇപ്പൊ വന്നത് ഒരു ജിൻസിംഗ് ആണെന്ന് മാത്രം. ആ ജിൻസിംഗ് പേരിലേക്ക് നോക്കിയ ഫെഡറിക്കിന് ഒരു സംശയം. അയാൾ ഒരു മെഡിസിൻ നിർമ്മാതാവാണ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യം അയാൾക്ക് ആ മരുന്ന് നിർമ്മാണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചെടികളുമായി അയാൾക്കുള്ള ബന്ധം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ബോക്സിനകത്തുള്ള വേര് കണ്ടപ്പോൾ അയാൾക്കൊരു സംശയം. അയാൾ ആ ബോക്സിന്റെ മൂടി തുറന്ന് ആ വേരൊന്ന് പരിശോധിച്ചു. വേര് പരിശോധിച്ച അയാൾ വന്ന ആഗതനോട് പറഞ്ഞു, ഏയ് നിങ്ങളെന്താ ആളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്? എന്തു പറ്റി? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? അതെ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും ഞാൻ കൊണ്ടുവന്നില്ലേ? സാധാരണ ഞാൻ ഇതൊന്നും കൊണ്ടുവരാറില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അയാളുടെ കൂടെ വന്ന ആളുകൾ നോക്കിയതും അവർ ഓടി വന്ന് ഫെഡറിക്കിന്റെ ഇരു കൈയും പിടിച്ചു. ഏയ് നിങ്ങളെന്താ ചെയ്യുന്നത്? ഏയ് ഞങ്ങൾ വേറൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ കൈവശമുള്ള ആ 9 ഡ്രാഗൺ പില്ല് ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഫെഡറിക്കിന്റെ ബോഡി പരിശോധിച്ച് ആ 9 ഡ്രാഗൺ പില്ല് കയ്യിലെടുത്തു. ആ ഡ്രാഗൺ പില്ല് കയ്യിലേക്ക് എടുക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഫെഡറിക്കിനോട് പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുപോവുകയാണ്. ഏയ് നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ മാർക്കിനോടൊന്ന് പറയും. നോക്ക്, മാർക്ക് ഉണരുമ്പോൾ നിങ്ങൾ തന്നെ യുക്തിഭദ്രമായ ഒരു കള്ളം കണ്ടുപിടിക്കുക.
എന്നിട്ട് മാർക്കിനോട് പറ എന്താ സംഭവിച്ചതെന്ന്. പിന്നെ ഈ ഗുളിക ആര് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനായി ഞാനൊരു പേര് പറയാം. എൻ്റെ പേര് ജിയാങ് യുവാൻ. ജിയാങ് യുവാനോ? ജിയാങ് യുവാൻ എന്നെ പേര്. അങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അയാൾക്കൊപ്പമുള്ള ആളുകളുമായി പുറത്തേക്ക് ഇറങ്ങി. ജിയാങ് യുവാൻ എന്ന പേരുള്ള ഒരാള് ബലമായി ഫെഡറിക്കിന്റെ കൈവശമുള്ള 9 ഡ്രാഗൺ പില്ല് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ വിക്കി ലാമിങ് അവിടേക്ക് വന്നു. വിക്കി ലാമിങ്ങിനെ കണ്ടതും ഫെഡറിക് കഥ പറഞ്ഞു. ഈ വിക്കി, ഒരു അബദ്ധം പറ്റി. എന്ത്? മാർക്ക് എൻ്റെ കയ്യിൽ ഒരു ഗുളിക ഏൽപ്പിച്ചിരുന്നു, ഒരു 9 ഡ്രാഗൺ പിൽ. അത് എനിക്കറിയാം. മാർക്ക് ആ അസോസിയേഷൻ വെച്ചുണ്ടാക്കിയ മരുന്നിനെ കുറിച്ച് ഞങ്ങളും വാർത്ത വായിച്ചതാണ്. മാർക്ക് വിൽക്കാൻ ഏൽപ്പിച്ച ആ ഗുളിക ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തു. ഡോക്ടർ ഫെഡറിക്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാൾ ബലമായി പിടിച്ചെടുത്തോ? ആരാ അത്? നമുക്ക് അത് പോയി ചോദിക്കാം. അയാളുടെ പേരെന്താണ്? വിക്കി, അയാൾ പറഞ്ഞത് അയാളുടെ പേര് ജിയാങ് യുവാൻ എന്നാണ്. ജിയാങ് യുവാൻ എന്ന് കേട്ടതും വിക്കി ചാടി എണീറ്റതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും വിക്കിയുടെ ബോഡി ഒന്ന് വിറച്ചു എന്ന് പറയാം. വിക്കി അമ്പരപ്പോടെ ഫെഡറിക്കിനോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ കേട്ടത് ശരിയാണോ? ജിയാങ് യുവാൻ തന്നെയാണോ കേട്ടത്? അതെ, ഞാൻ കേട്ടത് ശരിയാണ്, ജിയാങ് യുവാൻ. അയാൾ എന്താ പറഞ്ഞേ? അയാൾ എന്നോട് പറഞ്ഞത് ഈ ഗുളിക പോയതിന് ഞാൻ തന്നെ ഒരു കാരണം കണ്ടെത്തി, ആ കാരണം മാർക്കിനോട് പറയാനാണ്. ഡോക്ടർ ഫെഡറിക്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കാരണം കണ്ടെത്തുന്നതാണ് നല്ലത്. ഒരു കാരണവശാലും ഈ ഗുളിക കൊണ്ടുപോയത് മിസ്റ്റർ യുവാനാണെന്ന് മാർക്ക് അറിയരുത്. വിക്കി, അതെന്താ? ഫെഡറിക്, ഈ ചിൽഷെയറിലെ ഏറ്റവും ശക്തമായ കുടുംബം ജിയാങ് കുടുംബമാണ്. ആ ജിയാങ് കുടുംബത്തിലെ സന്തതിയാണ് ജിയാങ് യുവാൻ. ജിയാങ് കുടുംബം വിചാരിച്ചാൽ ഈ ചിൽഷെയറിൽ നടക്കാത്തതായി ഒന്നുമില്ല. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.